നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. SPBയെ ഓർത്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മനോഹരമായ പാട്ടുകളെ ഒരുപാട് ഇഷ്ടത്തോടെ സ്മരിച്ചും ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് കടക്കാം. വടക്കാഞ്ചേരിയിലെ രാഷ്ട്രീയ വിവാദം കൊഴുപ്പിക്കാൻ CBI എത്തുന്നു. വിദേശ ധനസഹായം സ്വീകരിച്ചതിൽ കേന്ദ്രാനുമതി തേടിയില്ലെന്ന് ആരോപിച്ച് റെയ്ഡും മറ്റുമായി കേസെടുത്ത് മുന്നോട്ടു പോകുന്നു. BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവന നടപ്പിലാക്കിയ മട്ടിലാണ് CBI പ്രവർത്തിക്കുന്നതെന്ന് CPIM വിമർശിക്കുന്നു. ഈ പരിസരമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ചാ വിഷയമാക്കുന്നത്. ഇവിടെ ഉയരുന്ന ചില ചോദ്യങ്ങൾ, ഈ ചർച്ചയുടെ വിശാലമായ തലത്തിലേക്ക് വരാവുന്ന ചില ചോദ്യങ്ങൾ കൂടി ഈ ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾ ഇവയാണ്. CBI വരവിന് പിന്നിൽ കോൺഗ്രസ് BJP കൂട്ടുകെട്ടോ? അത്തരമൊരു ശക്തമായ രാഷ്ട്രീയ വിമർശനം CPIM ഉന്നയിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, ആ ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ പ്രാഥമിക അന്വേഷണം സത്യസന്ധമാകുമോ? അന്വേഷണ സംഘം രാഷ്ട്രീയ ചട്ടുകമാകുന്നത് എതിർക്കപ്പെടേണ്ടതല്ലേ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ MP CPIM നേതാവ് ശ്രീ NN കൃഷ്ണദാസ്, കോൺഗ്രസ് നേതാവ് M ലിജു, BJP നേതാവ് ശ്രീ നാരായണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി എന്നിവരാണ് ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇന്ന് ഉള്ളത്. ഇന്ന് 9 മണിവരെയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. 9 മുതൽ 10 വരെ SPBയെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് എന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആദ്യം ശ്രീ കൃഷ്ണദാസ്, ഇപ്പോഴത്തെ ഈ CBIയുടെ വരവ്, അതിൽ കാണുന്ന കാര്യങ്ങൾ എന്താണ്? താങ്കൾക്കുള്ള സംശയങ്ങൾ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രപരമായ ഒത്തുചേരലിൻ്റെയോ കൂടിയാലോചനയുടെയോ ഭാഗമാണോ ഇപ്പോഴത്തെ CBIയുടെ ഈ വരവും ഈ കേസ് ഈ തരത്തിൽ ഏറ്റെടുക്കലും? ഞാൻ ചുരുക്കിയിട്ട് പറയാം. ആദ്യം നമുക്കിന്ന് പൊതുവായിട്ട് ചർച്ചയ്ക്ക് സമയം കുറവല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റിന് 3 പ്രധാന മാനങ്ങൾ ഞാൻ ഈ സംഭവത്തിൽ കാണുന്നു. 1, അതിൻ്റെ നിയമപരമായിട്ടുള്ള സാധുത. 2, സംസ്ഥാന സർക്കാരിനെ അനാവശ്യമായിട്ടുള്ള വലിച്ചിഴക്കൽ. ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള രാഷ്ട്രീയം. ഈ 3 കാര്യങ്ങളിൽ, ഈ പൊതു കാര്യങ്ങളിലുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്ന് CBI ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്ത് ഹൈക്കോടതിയിൽ കൊടുത്തതിൻ്റെ, CBI കോടതിയിൽ കൊടുത്തതിൻ്റെ സംഭവം പുറത്തു വന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമായി. കേരളത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഇതുവരെ രഹസ്യമായി തുടർന്നിരുന്ന രാഷ്ട്രീയ ബാന്ധവം മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. CBI തന്നെ പറഞ്ഞെന്താ? കോൺഗ്രസ് നേതാവിൻ്റെ രേഖാമൂലം ഉള്ള ഞങ്ങളുടെ കൊച്ചി ഓഫീസിലെ പരാതി പരിശോധിക്കാനാണ്. അപ്പോൾ കോൺഗ്രസ് നേതാവാണ് പരാതി കൊടുക്കുന്നത്. കോൺഗ്രസ് നേതാവ് പരാതി കൊടുക്കുന്നു, BJP നേതാവ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളൊക്കെ നീക്കി അന്വേഷണം വന്നു CBI എന്ന് പ്രഖ്യാപിക്കുന്നത് BJPയുടെ നേതാവാണ്. ഇനി ഇതിൻ്റെ നിയമപരമായിട്ടുള്ള സംഗതി, ഒരു സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഒരു സംഭവത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്പെടലോ കോടതിയുടെ ഇടപെടലോ ഇല്ലാതെ സുവമോട്ടോ CBIക്ക് നിയമാനുസൃതം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് നിയമം അനുവദിക്കുന്നില്ല. പോട്ടെ, അത് നിയമത്തിൻ്റെ ആവശ്യം. 3ാമത്തെ കാര്യം ഇതിനോട് കൂടി ചേർത്ത് പറയാനുള്ളത്, കോൺഗ്രസ് പാർട്ടിയാണ് CBIക്ക് പരാതി കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കണം, CBIക്ക് കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളാണ് പരാതി കൊടുക്കുന്നത്, സംസ്ഥാന സർക്കാരുമായി ബന്ധമില്ലാത്ത ഒരു കാര്യത്തിൽ. ഇതേ കോൺഗ്രസ് പാർട്ടിയായിരുന്നു കോൺഗ്രസിന്റെ സമുന്നത നേതാവ് ചിദംബരത്തിന്റെ വീട്ടിൽ അസമയത്ത് മതിൽ ചാടി CBI അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അന്യായമായിട്ട് അടച്ചപ്പോൾ ഇന്ത്യ ഗവൺമെന്റ്, നരേന്ദ്രമോദി സർക്കാർ CBIയെ രാഷ്ട്രീയമായിട്ടുള്ള ഉപകരണമാക്കി, എതിരാളികളെ അടിച്ചമർത്താനുള്ള ഉപകരണമാക്കി മാറ്റുന്നു എന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഇപ്പോഴും അവരാ നിലപാട് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്, ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ കീഴിലുള്ള ഒരു ഘടകമായി പ്രവർത്തിക്കാൻ കോൺഗ്രസ് പാർട്ടി സന്നദ്ധമല്ല. ഇന്ത്യയിലെ കോൺഗ്രസ് ആകെ BJPക്കെതിരായി, BJPയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, ഈ വിധത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അന്യായങ്ങൾക്കെതിരായി ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന പ്രതീതിയാണ് പുറത്തേക്ക് ഉണ്ടാക്കുന്നത്. അതേസമയം കേരളത്തിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ രാഷ്ട്രീയ ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു ഈ സംഭവ വികാസങ്ങളോട് കൂടി. ഇതിലൊറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, ഇതൊക്കെ സാധാരണഗതിയിൽ പൗർണമി നാളിൽ പൂർണ്ണ ചന്ദ്രനെ നോക്കി സാധാരണ നടത്താറുള്ള ശ്വാനരോദനം പോലെ വെറും ശ്വാനരോദനം മാത്രമാണ് ഇതൊക്കെ. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടിട്ടുള്ള രാഷ്ട്രീയ കുത്തിത്തിരിപ്പ്
വെറും ശ്വാന രോദനമായി ഇവിടെ പരാജയപ്പെടുമെന്നുള്ളത് ഈ കോൺഗ്രസ് BJP അവിശുദ്ധ ബന്ധത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ മനസ്സിലാക്കണം എന്ന് ഈ ചാനലിലൂടെ ഞാൻ CPIM-ന് വേണ്ടി പറയാൻ ശ്രീ കൃഷ്ണദാസ്, എനിക്ക് ആമുഖമായി പറയാം. പക്ഷേ ആമുഖത്തിൽ തന്നെ ഒരു ചെറിയ കാര്യം കൂടി, അതായത് പക്ഷേ പ്രതിപക്ഷ നേതാവ് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയെയും തദ്ദേശ ഭരണ മന്ത്രിയെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയുണ്ടാകും, അങ്ങനെ ഒരു അവസ്ഥ വരുമെന്നാണല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്ന് വൈകുന്നേരത്തെ പ്രവചനം. അതിനെയാണ് ഞാൻ പറഞ്ഞത്, പൂർണ്ണചന്ദ്രനെ നോക്കി, പൗർണമി നാളിൽ പൂർണ്ണചന്ദ്രനെ നോക്കി ഓളിയിടുന്ന വെറും ശ്വാനരോദനം, ആ ശ്വാനരോദനം മാത്രമായിട്ട് മാറും ഈ ദിവാസ്വപ്നങ്ങളൊക്കെ. ഒരു തരത്തിലും ഇതിൽ സംസ്ഥാന സർക്കാരിനെ ബന്ധപ്പെടുത്താൻ സാധിക്കില്ല. ശ്വാനരോദനമായിട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അതായിട്ട് ഇത് ഇല്ലാതായി തീരും. ഇനി മറ്റുള്ളവർ സംസാരിക്കും. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ M. ലിജു, ഇവിടെ ഇപ്പോൾ ശ്രീ നാരായണൻ നമ്പൂതിരിയുടെ ഒരു വാചകം അല്ലെങ്കിൽ ഒരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. അത് പിന്നാലെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം അത് ക്ലിയർ ചെയ്യുമെന്ന് എനിക്കറിയാം. അന്തർധാര, ഇവിടെ ഒരു അന്തർധാര വെളിപ്പെടുന്ന സാഹചര്യമുണ്ടോ? ശ്രീ NN കൃഷ്ണദാസ് പറഞ്ഞ പോലെ BJP സംസ്ഥാന പ്രസിഡന്റ് CPM ആവർത്തിച്ചുന്നയിച്ച ഒരു ആക്ഷേപം, അത് ശരിവെക്കും വിധം ഇന്ന് ഈ വിഷയത്തെ CPM അതുമായി ബന്ധപ്പെടുത്തി പൊതുജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു. അതായത് BJP സംസ്ഥാന പ്രസിഡന്റ് ഒരു ആരോപണം ഉന്നയിക്കുക, പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും അത് ഏറ്റെടുക്കുക. ഇവിടെ ഈ വിഷയത്തിൽ അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് MLA പരാതിയുമായി കേന്ദ്രത്തിലേക്ക് പോവുക, കേന്ദ്രം ഉടനടി CBIയെ ഇങ്ങോട്ട് വിടുക, ഇനി വരാനൊരു ഏജൻസിയും ഇല്ലാത്തവണ്ണം CBIയും എത്തുന്നു. അപ്പോൾ ഈ തരത്തിലൊരു അന്തർധാര ഇവിടെ V. മുരളീധരൻ ഈ നയതന്ത്ര ബാഗേജേ അല്ല എന്ന് ആവർത്തിച്ചു പറയുന്നു. അതുമായി ബന്ധപ്പെടാവുന്ന തരത്തിലുള്ള പ്രതിയുടെ മൊഴിപ്പകർപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നു. ഇവിടെയെല്ലാം കോൺഗ്രസ് എടുക്കുന്ന ഒരു മൃദു സമീപനം കേന്ദ്രമന്ത്രിയോട്. അപ്പോൾ ഇതെല്ലാം കൂടി ബന്ധിപ്പിച്ച് കാണാവുന്ന ഒരു അന്തർധാര നിങ്ങൾക്ക് രണ്ടാളുകൾക്കുമിടയിൽ ഉണ്ടോ, രണ്ട് പാർട്ടികൾക്കുമിടയിൽ ഉണ്ടോ? അതാണിന്ന് CPM ഇക്കാര്യത്തിൽ പ്രകടമായി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിമർശനം. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട അപ്പീൽ സുപ്രീം കോടതിയുടെ മുമ്പാകെ ചെല്ലുമ്പോൾ 16 തവണ കേസ് മാറ്റിവെക്കണം എന്ന് CBI ആവശ്യപ്പെടുന്ന തരത്തിലുള്ളൊരു അന്തർധാര, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ BJPയും CPMും തമ്മിലുള്ളൊരു അന്തർധാര, അതെന്തായാലും കോൺഗ്രസും BJPയും തമ്മിലില്ല. ഈ രാജ്യത്തെ കോൺഗ്രസ് മുക്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ വിചാരധാരയ്ക്കുമെതിരെ അതിശക്തമായി പോരാടുന്ന കോൺഗ്രസ് പാർട്ടിയോട് എന്തായാലും അവർക്ക് സന്ധി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ അനിൽ അക്കരയുടെ പരാതി അത്തരമൊരു തന്ത്രപര നീക്കത്തിന്റെ ഭാഗമാണോ ലിജു? അല്ല, ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കുകയായിരുന്നല്ലോ, അപ്പൊ അതിനൊരു മറുപടി പറയാം. വേണം. അദ്ദേഹം പറയുന്നത് എന്തിനാണ് ലൈഫ് മിഷൻ കേസ് CBI അന്വേഷിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഒരു ഒന്നാമത്തെ ചോദ്യം അതാണ്. കൂടാതെ BJP നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണം കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ആരോപണം. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ലൈഫ് മിഷൻ ഒരു വിവാദമായി മാറിയത്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ദേശീയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി നടത്തിയ റെയ്ഡിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാരിയായ സ്വപ്ന സുരേഷിന്റെ ലോക്കർ തുറന്ന് പരിശോധിച്ചപ്പോൾ ആ ലോക്കർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശ്രീ ശിവശങ്കരന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കൂടി പേരിലുള്ളതായിരുന്നു. അതിനുള്ളിൽ 1 കോടി രൂപയുടെ കറൻസിയും 1 കിലോ സ്വർണവും കണ്ടെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ദേശീയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് കൊടുത്ത മൊഴി ഇത് ലൈഫ് മിഷൻ ഇടപാടിലെ കമ്മീഷനാണ് എന്നാണ്. പിന്നെ തുടർച്ചയായി അങ്ങോട്ടുണ്ടായ വിവാദങ്ങളുടെ ഒരു ദിവസം ഇതേ കൈരളി ചാനലിൽ ഞാൻ അതിലേക്ക് വരും മുമ്പ് അങ്ങനെ അതെല്ലാം പറഞ്ഞു അതിന് അടക്കമുള്ള സ്വാതന്ത്ര്യം ലിജുവിനുണ്ട്. ഞാൻ ചോദിക്കുന്നത് താങ്കളോട് തന്നെയാണ്. അതേ സമയത്ത് ആ മൊഴി വന്നപ്പോൾ അതേക്കുറിച്ച് കോടതി പറഞ്ഞത് കൂടി ലിജു എന്തായാലും കാണാതെ പോവില്ലല്ലോ. കോടതി ആ പശ്ചാത്തലത്തിൽ ആ 1 കോടി രൂപയുടെ കാര്യത്തിൽ ആ മൊഴി പകർപ്പിൽ അവരുടെ വാദത്തെ അംഗീകരിച്ചോ? പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ശരത്ത്, നമ്മള് ഇപ്പോ കൈരളി എന്നത് CPMന്റെ ഒരു ഔദ്യോഗിക ചാനലാണെങ്കിലും ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധികൾക്ക് ഒരു ജനാധിപത്യപരമായ സ്പേസ്, ഒരു ഡെമോക്രാറ്റിക് സ്പേസ് നൽകുന്നു എന്നാണ് എനിക്ക് ഇതുവരെയുള്ള അനുഭവം. സ്വാഭാവികമായും തീർച്ചയായും കൃഷ്ണദാസ് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരല്പം പോലും ഇന്ററപ്റ്റ് ചെയ്യാൻ തയ്യാറാകാതിരുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യാറില്ല എന്ന നിലയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ദയവായി കേൾക്കാൻ, കാരണം ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കൂടി കേൾക്കാൻ വേണ്ടിയുള്ളതാണല്ലോ. എനിക്കോ കൃഷ്ണദാസിനോ മാത്രമുള്ളതല്ലോ കാര്യം. Yes. അപ്പൊ ഞാൻ പറഞ്ഞത് അതിൽ പണം കണ്ടെത്തി. തുടർന്നിങ്ങോട്ടുണ്ടായ വിവാദത്തിൽ
പിന്നെ ധനകാര്യമന്ത്രി കൂടി പങ്കെടുത്ത ഒരു ചർച്ചയിൽ കൈരളി ചാനലിന്റെ ബഹുമാനായ ശ്രീ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ സമ്മതിക്കപ്പെട്ടു. ഈ ലൈഫ് ഇടപാടുമായും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 4.25 കോടി രൂപയുടെ പണമിടപാട് നടന്നു എന്ന് അദ്ദേഹം അംഗീകരിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ ലൈഫ് പദ്ധതിയുമായും ബന്ധപ്പെട്ട് അഴിമതി നടന്നു എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അത് CPM-ന്റെ പ്രമുഖ നേതാക്കന്മാർ ഉൾപ്പെടെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അഴിമതി നടന്നെങ്കിൽ അതിലെ കക്ഷികൾ ആരൊക്കെയാണ്? ഒന്ന്, UAE-ൽ പ്രവർത്തിക്കുന്ന റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടന, അവരാണല്ലോ പണം സമാഹരിച്ചത്. 2, പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത് UAE കോൺസുലേറ്റ് ാണ് പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. 3, ഈ റെഡ് ക്രസന്റുമായി MOU ഒപ്പിട്ടിരിക്കുന്ന ലൈഫ് മിഷൻ എന്ന സർക്കാർ മിഷൻ, അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായും അതിനുശേഷം യൂണിടാക് പോലെയുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട്, മറ്റ് ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ സാമ്പത്തിക സമാഹരണം നടന്നിരിക്കുന്ന വിദേശ നാണയ വിനിമയ പ്രകാരം മാത്രമാണ് പണം കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്നത്. അതിന്റെ ചട്ടലംഘനം ഉണ്ടായി എന്ന് ആരോപണം ഉണ്ടായിരിക്കുന്നു. അപ്പൊ വിദേശ കോൺസുലേറ്റ് ഉൾപ്പെടെ ബന്ധപ്പെടുന്നു, സംസ്ഥാന സർക്കാർ ബന്ധപ്പെടുന്നു. ഇവിടെ CBI അല്ലാതെ മറ്റേത് ഏജൻസിയാണ് ബഹുമാനായ ശ്രീ കൃഷ്ണദാസ് ഈ കേസ് അന്വേഷിക്കാൻ സാധിക്കുന്നത്? ഇവിടെ നിങ്ങൾ വിജിലൻസ് ഇന്നലെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ചില ചോദ്യങ്ങൾ ശ്രീ കൃഷ്ണദാസ് ഉൾപ്പെടെ കാരണം നമുക്കൊരു ബഹളം വെക്കുകയോ അല്ലെങ്കിൽ ഒരു ശബ്ദം ഉയർത്തുക എന്നുള്ളതല്ലോ, കൃത്യമായ കാര്യങ്ങൾക്ക് കൃത്യമായി പറയുക എന്നുള്ളതാണ് അതിന്റെ ശരി. അപ്പോ ഞാൻ വളരെ കൃത്യമായ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ ഉൾപ്പെടെ ലംഘനം ഉണ്ടായിരിക്കുന്ന വിദേശത്ത് ഉൾപ്പെടെ ഉള്ള ഏജൻസികളുള്ള പണമിടപാട് നടന്നിട്ടുള്ള ഒരു കേസിൽ CBI അല്ലാതെ മറ്റേത് ഏജൻസിക്ക് അന്വേഷിക്കാനായി സാധിക്കും? ഒന്നാമത്തെ ചോദ്യം. 2, സംസ്ഥാന വിജിലൻസ് ഇന്നലെ കേസെടുത്തു എന്ന് പറഞ്ഞു. അത് ഈ അവസാന സമയം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ CBI ഏറ്റെടുത്തു. അപ്പോ ഇതെന്ന് പറയുന്നത് ഒരു കണ്ണിൽ പൊടിയാണുള്ളതാണെന്നാണ് UDF-ന്റെ ആരോപണം. അതോടെ നിൽക്കട്ടെ. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സമയത്ത് മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, അങ്ങ് ഇതിൽ ചോദ്യം ചെയ്യുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? ആ പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. ലൈഫ് മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ലൈഫ് മിഷനും റെഡ് ക്രസന്റുമായിട്ടാണ് MOU. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ മുഖ്യമന്ത്രിക്ക് താഴെയുള്ള ഒരു വിജിലൻസ് വകുപ്പ് അന്വേഷിക്കുമ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി പറയുകയാണ് അതെങ്കിൽ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഈ വിജിലൻസിന് ലൈഫ് മിഷന്റെ ഇതിലെ കക്ഷി MOU ഒപ്പിട്ടിരിക്കുന്ന ലൈഫ് മിഷൻ ചെയർമാൻ ചോദ്യം ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളുടെ CBI രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? ശരി, ഞാൻ വരാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ തന്നെ താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിൽ പ്രതിപക്ഷം തന്നെ ആദ്യം ആവശ്യപ്പെട്ടത് വിജിലൻസ് അന്വേഷണമായിരുന്നില്ലേ എന്നതൊരു കാര്യം. ഇനി ന്യൂസ് ആൻഡ് വ്യൂസിൽ തന്നെ ജോൺ ബ്രിട്ടാസിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് വേറൊരു വിഷയമാണ്. ഇവിടെ ശ്രീ നാരായണ നമ്പൂതിരിയിലേക്ക് വരും മുമ്പ് ശ്രീ കൃഷ്ണദാസ്, ഇവിടെ ഇക്കാര്യത്തിൽ ഞാൻ ഇടയ്ക്ക് ലിജുവിനോട് ചോദിച്ചിരുന്നു, ആ ചോദ്യം അവിടെ ഉണ്ട്, പക്ഷേ അദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ല. ഈ പ്രതിയുടെ മൊഴിയുണ്ട്, ലോക്കറിലിരുന്ന 1 കോടി ഈ കമ്മീഷൻ കിട്ടിയതാണ്, ഈ വടക്കാഞ്ചേരി പദ്ധതിയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. പക്ഷേ കോടതി എന്ന് പറഞ്ഞത് പ്രാഥമികമായി മുഖവിലേക്ക് എടുക്കാനാവില്ല. കാരണം ഈ സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്ന യൂണിടാക്കിൻ്റെ MD-യും മറ്റും നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി അവരുടെ ജാമ്യ ഹർജിയോ മറ്റുമായി ബന്ധപ്പെട്ട് കോടതി രേഖാമൂലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ മൊഴി പ്രാഥമികമായി വിശ്വസനീയമല്ല എന്ന നിലയിൽ NIA പറഞ്ഞിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞിട്ടുണ്ട്. 2, കൈരളിയുടെ വെളിപ്പെടുത്തൽ, കൈരളിയിലെ ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ ജോൺ ബ്രിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തൽ, അത് ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ നിന്നൊരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച വിവരത്തിൽ നിന്നുള്ളതാണ്. മാത്രമല്ല അത് ലൈഫ് പദ്ധതിയുടെ കോഴ ഇടപാടോ അല്ലെങ്കിൽ അതിൻ്റെ കമ്മീഷനോ ആണ് എന്ന നിലയിലല്ല പറഞ്ഞത്, അതിനും അപ്പുറമുള്ളൊരു മാനമാണ് ആ വെളിപ്പെടുത്തൽ മുന്നോട്ട് വെച്ചത്. അതായത് UAE കോൺസുലേറ്റിൻ്റെ ഒരു വലിയ ഉന്നതമായൊരു കെട്ടിട സമുച്ചയത്തിൻ്റെ നിർമ്മാണ കരാർ ഓഫർ മുന്നോട്ട് വെച്ചിട്ടാണ് 4.25 കോടിയുടെ ഒരു ഇടപാട്, കമ്മീഷൻ വാങ്ങിക്കൽ ഇടപാട് ഇക്കാര്യത്തിൽ നടന്നത് എന്നാണ് ഞങ്ങൾ വെളിപ്പെടുത്തിയത്. അപ്പോൾ അതിനെ അടർത്തി മാറ്റി ഒരു നിലപാടെടുക്കുന്നത് ശരിയായ സമീപനമല്ല എന്ന് ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ആവർത്തിക്കുന്നു. ഇനിയും ശ്രീ കൃഷ്ണദാസിൻ്റെ വിശദീകരണം, കാരണം ലിജു ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് വരും മുമ്പ് തന്നെ ഞാൻ ഈ പറഞ്ഞത് ഒന്നുകൂടി ബോധ്യപ്പെടാൻ, അന്ന് എന്താണ് ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ ജോൺ ബ്രിട്ടാസ് വെളിപ്പെടുത്തിയത് എന്നുള്ള സെക്കൻഡുകൾ അടങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഞാൻ വളരെ വിലപ്പെട്ട ഒരു വിവരം ഇവിടെ പ്രേക്ഷകർക്ക് നൽകുകയാണ്. അതായത് ഈ പറയുന്ന റെഡ് ക്രസൻറ്റിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ, അതിൽ എനിക്ക് കിട്ടിയ വിവരം, എന്ന് പറഞ്ഞാൽ NIA-ക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, എങ്ങനെയാണ് ഈ പണം കൈമാറിയത്, എത്ര പണം കൈമാറി, എവിടെ വെച്ച് കൈമാറി,
ആർക്ക് കിട്ടി, ഏത് രീതിയിൽ കിട്ടി, ഇത് ഇനി നാളെ വേറെങ്കിലും എക്സ്ക്ലൂസീവായിട്ട് അടിച്ചോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൃത്യമായിട്ട് ഷുക്കൂറിനും ശ്രീ ശിവൻകുട്ടിക്കും അതുപോലെ ഡോക്ടർ ഐസക്കിനും ജേക്കബ് ജോർജിനും നിങ്ങളുടെ 4 പേരുടെ മുമ്പിൽ വെച്ച് ഞാനിത് കൃത്യമായി പറയാം. കൃത്യമായി പറയാം. അതാ എങ്ങനെയാണ് ഈ പണം പോയത്, എത്രയാണ് പോയത്. യൂണിടാക് നൽകിയ കമ്മീഷൻ 4,20,00,000 രൂപ. ഇത് നമ്മൾ വിചാരിക്കും ഒരു ഭവന പദ്ധതിക്ക് വേണ്ടി മാത്രമാണെന്ന്. അല്ല, അവിടെയാണ് ക്യാച്ച്. എങ്ങനെ കൊടുത്തു നോക്ക്. 75 ലക്ഷം രൂപ സന്ദീപ് നായരുടെ അക്കൗണ്ടിലേക്ക്. സന്ദീപ് നായർ ആരാന്നൊക്കെയുള്ളൊരു ചർച്ച ശിവൻകുട്ടി നമ്മൾ പണ്ട് നടത്തിയതാണ്, മറക്കരുത്. ഇത് അക്കൗണ്ടിലേക്ക് കൊടുത്ത പൈസയാണ്. തെളിവ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും NIA ശേഖരിച്ച തെളിവാണ് ഞാൻ നൽകുന്നത്. 70 ലക്ഷം രൂപ. അടുത്തത് രൂപയുമായി എവിടെയാണ്, ആരാണ് കൈപ്പറ്റിയത്? കോൺസുലേറ്റിലെ ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദ്. റെഡ് ക്രസൻറ്റിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ ദൗത്യം ഏറ്റെടുത്തത് UAE കോൺസുലേറ്റാണ്. UAE കോൺസുലേറ്റ് നോക്കുക, UAE കോൺസുലേറ്റ് ജനറലും യൂണിടാക്കും കൂടി ഒപ്പുവെച്ച ഒരു കരാറ് ഞാനിവിടെ പുറത്തു വിടുകയാണ്. ഇതാണ് അന്നത്തെ വെളിപ്പെടുത്തൽ. ശ്രീ കൃഷ്ണദാസ്, ഈ വെളിപ്പെടുത്തൽ നടത്തിയ ദിവസം തന്നെയാണ് ഞാൻ മുമ്പ് ലിജുവിനോട് കോടതി പറഞ്ഞത് ഈ 1 കോടി സ്വപ്നയ്ക്ക് അങ്ങനെ കിട്ടിയതാണ്, ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഈ പ്രോജക്റ്റിൻ്റെ കമ്മീഷനായി കരുതാനാവില്ല എന്ന് കോടതി പറഞ്ഞ ദിവസമാണ്. കോടതി അങ്ങനെ പറയാനിടയാക്കിയത് അവിടേക്ക് വന്ന മൊഴികളുടെയും അതുപോലെ തന്നെ NIAയുടെയും നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ തുടർച്ചയിലാണ് ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ 4,15 കോടിയുടെ കമ്മീഷൻ നടന്നു എന്നും അത് ഏത് സാഹചര്യത്തിലാണ്, ആ ക്യാച്ച് എന്ന് പറയുന്നത് ഇങ്ങനൊരു വലിയ കെട്ടിടത്തിൻ്റെ ഭാവി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഓഫർ കൂടി മുന്നോട്ട് വെച്ചാണ് എന്ന നിലയിൽ അന്ന് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അത് ഒന്നുകൂടി പ്രേക്ഷകരുടെ വ്യക്തതയ്ക്ക് വേണ്ടി കാട്ടി ശ്രീ ലിജു അത് ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഇനി ശ്രീ കൃഷ്ണദാസിലേക്ക്, അതിനുശേഷം ഞാൻ ശ്രീ നമ്പൂതിരിയിലേക്ക് വരാം. അതായത് നമുക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. ഞാൻ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ വാദങ്ങളും എൻ്റെ സംഭാഷണങ്ങളും വളരെ വളരെ ഋജുവായിരിക്കും. ഞാൻ വളച്ചുകെട്ടി പറയുന്ന പ്രകൃതക്കാരനെയല്ല, നേരിട്ട് പറയും. ലിജു പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ ലംഘനമുണ്ട് എന്നത് നിയമപരമായി തെറ്റാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരണമെങ്കിൽ ഈ ലൈഫ് മിഷന്റെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ കേരള ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ ഇൻ കറൻസി ടേംസിൽ പണം കൈപ്പറ്റിയിരിക്കണം. അതുണ്ടായിട്ടില്ലാത്തതുകൊണ്ട് അതിന്റെ ലിമിറ്റിൽ വരില്ല, നിയമപരമായിട്ടുള്ള പെശക്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് MOU വെച്ചിട്ടുള്ളത് റെഡ് ക്രസന്റും കേരളത്തിലെ ലൈഫ് മിഷനും കൂടിയാണ്. ശരിയാണ്, അത് MOU ആണ്. യൂണിടാക്കിനെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കാനുള്ള എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് UAE കോൺസുലേറ്റും യൂണിടാക്കും തമ്മിൽ നേരിട്ടാണ്. അവർ തമ്മിലെ ഏർപ്പാട്. കേരള സർക്കാരോ ലൈഫ് മിഷനോ അതിൽ കക്ഷിയല്ല. ഇതും ലിജു തെറ്റിദ്ധരിപ്പിക്കുന്നത് തിരുത്താൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ശരത്ത് ഇവിടെ കൈരളി ചാനൽ ബ്രേക്ക് ചെയ്തിട്ടുള്ള സംഭവം. ഇതിൽ ഒന്നാമത് ഇവർ മുഖവിലയ്ക്ക് എടുക്കുന്നത്, ലിജുവും ബാക്കി എല്ലാവരും ഈ പുകമറ സൃഷ്ടിക്കുന്നവരെല്ലാം മുഖവിലയ്ക്ക് എടുക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒരു പ്രതിയുടെ കയ്യിൽ നിന്നും അന്വേഷണ ഏജൻസി തൊണ്ടി മുതലായി കണ്ടെത്തിയ 1 കോടി രൂപയുടെ സോഴ്സ് അന്വേഷിച്ചു. തൊണ്ടി മുതലാണത്. എവിടെ നിന്നാണ് ഈ 1 കോടി രൂപ? സോഴ്സ് അന്വേഷിച്ചപ്പോൾ ആ പ്രതി നിക്കക്കള്ളിക്ക് വേണ്ടി പറഞ്ഞു എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് എന്ന്. ശരിയാണോ അല്ലയോ എന്നൊക്കെ ഇനി കോടതിയുടെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അന്വേഷണ ഏജൻസി. അപ്പോഴാണ് ഈ കൈരളി TV ഇങ്ങനത്തെ ഒരു ബ്രേക്ക് പറയുന്നത്. കൈരളി TV പറഞ്ഞ എന്താ, ഇങ്ങനെ 4,15 കോടി രൂപ 75 ലക്ഷം രൂപ ഈ കേസിലെ മറ്റൊരു പ്രതിയുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നു. ബാക്കിയുള്ള തുക ഫോറിൻ കറൻസിയായും ഇന്ത്യൻ കറൻസിയായും ഈ പറഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തുള്ള കോഫി ഷോപ്പിന്റെ അടുത്ത് വന്ന ഒരു വൈകുന്നേരം UAE കോൺസുലേറ്റിന്റെ ബോർഡ് വെച്ച കാറിൽ വന്ന് UAE കോൺസുലേറ്റിൽ അന്നത്തെ ഉദ്യോഗസ്ഥനായിരുന്ന ഈജിപ്ഷ്യൻ സിറ്റിസൺ മിസ്റ്റർ ഖാലിദാണ് ഇത് വാങ്ങിപ്പോകുന്നത്. ആ ഖാലിദ് ഇപ്പം ഇല്ല, കേരളത്തിൽ പോയി കഴിഞ്ഞു. എന്നാൽ ഈ കമ്മീഷൻ വാങ്ങിയതാവട്ടെ വടക്കാഞ്ചേരിയിലെ കെട്ടിട സമുച്ചയമായിട്ടുള്ള ഫ്ലാറ്റ് നിർമ്മാണത്തിന്റെ കമ്മീഷനായിട്ടല്ല. UAE കോൺസുലേറ്റ് സ്ഥിരമായി തിരുവനന്തപുരത്ത് നിർമ്മിക്കാൻ പോകുന്ന വലിയ കെട്ടിട സമുച്ചയത്തിന്റെ ഹ്യൂജ് എമൗണ്ടിന്റെ പണി യൂണിടാക്കിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് എന്നും അത് കൂടെ പറഞ്ഞു. വടക്കാഞ്ചേരി ലൈഫ് മിഷന്റെ അല്ല എന്നും അതിൽ കൂടെ കൈരളി തന്നെ എക്സ്ക്ലൂസീവായിട്ട് ബ്രേക്ക് ചെയ്തിരുന്നു. ഇതൊന്നും ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ല. ഈ MOU ലിജു പറഞ്ഞിട്ടുള്ള MOU എന്താ?
കേരള ഗവൺമെന്റ് ലൈഫ് മിഷന് സൗജന്യമായിട്ട് 140 വീടുകൾ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളത് റെഡ് ക്രസന്റ് ഒരു സന്നദ്ധ സംഘടന UAE ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടന പറഞ്ഞു. അപ്പൊ കേരള ഗവൺമെന്റ് MOU ഉണ്ടാക്കുന്നത് എന്തിനാ? നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് വെക്കണം. എത്ര സ്ക്വയർ ഫീറ്റ് വീട്, അതിന്റെ ക്വാളിറ്റി ഓഫ് ദ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം, ഈ വക കാര്യങ്ങളാണ് MOUയിൽ പറഞ്ഞിട്ടുള്ളത്. വർക്ക് കൊടുക്കുന്ന UAE കോൺസുലേറ്റ് യൂണിറ്റേക്കും തമ്മിലാണ്. ഒരു ഉറപ്പിയ കേരള ഗവൺമെന്റിന്റെ ലൈഫ് മിഷന്റെയോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് നേരിട്ട് പണമിടപാടില്ല. അവര് തമ്മിലാണ്. കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവര് തമ്മിൽ. കേരള സർക്കാരിനെ അതിലേക്ക് വലിച്ചഴക്കേണ്ട. ലൈഫ് മിഷന്റെ ചെയർമാനാണ് എന്നതുകൊണ്ട് കേരള മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം എന്ന് പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. അത് പൗർണ ദിവസം പൂർണ്ണ ചന്ദ്രനെ നോക്കിയിട്ടുള്ള ശ്വാനരോദനം പോലെ അലിഞ്ഞലിഞ്ഞു പോകും. ഇതാണ് ശ്രീമാൻ ലിജു പറഞ്ഞ കാര്യത്തിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത്. എന്റെ കാര്യങ്ങൾ ക്ലിയർ കട്ടാണ്, നിസ്സംശയമാണ്. ഒരു സംശയത്തിനും വരാത്ത വിധത്തിലാണ് ഞാൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ശ്രീ കൃഷ്ണദാസ് അത് ആവർത്തിച്ച് പറയുമ്പോൾ ഈ മൊമെന്റിൽ ലിജുവിൻ്റെ മറുപടി ഈ ചിരിയായിട്ട് നമ്മൾക്ക് എടുക്കാം. ലിജുവിൻ്റെ മറുപടിയിലേക്ക്, ലിജുവിന് തുടർന്ന് പറയാനുള്ളതിലേക്ക് ഞാൻ വരാം. ഞാൻ കാണുന്നുണ്ട് ശ്രീ ലിജു, ചെറിയ കമന്റ് ആണോ? ഓക്കെ, താങ്ക് യു. അതെ, ഞാൻ ലിജുവിലേക്ക് വരാം. ശ്രീ നാരായണ നമ്പൂതിരിയിലേക്ക് ഒന്ന് പോയ ശേഷം, ശ്രീ നാരായണ നമ്പൂതിരി, ഇന്ന് നേരത്തെ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര സർക്കാരിന് ഉചിതമായ അന്വേഷണം തീരുമാനിക്കാം എന്ന് വെച്ചാൽ ഈ സ്വർണ്ണക്കടത്ത് ഉയർന്നു വന്ന ഘട്ടത്തിൽ അത് ഏതെങ്കിലും ഒരു ഏജൻസി എന്ന നിലയിൽ പോലും നിർദ്ദേശിക്കാതെ പൂർണ്ണമായും കേന്ദ്രത്തിന് വിടുകയായിരുന്നു. അങ്ങനെ അത് NIA വന്നു, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നു, കസ്റ്റംസിൻ്റെ അന്വേഷണം വന്നു. ഇതെല്ലാം മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെ CBI കൊണ്ടിറക്കുന്നു. CBI രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്നതിൻ്റെ ഒരുപാട് ആരോപണങ്ങൾ അത് നിങ്ങൾക്ക് കോൺഗ്രസിന് UPA സർക്കാരിന് മേൽ ഉന്നയിക്കാനുണ്ട്, കോൺഗ്രസിനും UPAയ്ക്കും നിങ്ങൾക്ക് മേൽ ഉന്നയിക്കാനുണ്ട്. അങ്ങനെ വളയുന്ന കൂട്ടിലെ തത്തയായ CBIയെ കേരളത്തിലേക്ക് കൊണ്ടിറക്കി ഇതിൽ കേന്ദ്രത്തിന് ഉചിതമായി മുന്നോട്ട് പോകാമെന്നും ആ അന്വേഷണത്തെ പല നിലയ്ക്കും വിമർശിക്കാതെ സംശയാസ്പദം എന്നിടയ്ക്ക് CPM സെക്രട്ടേറിയറ്റ് പറഞ്ഞതിൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്നാലും അന്വേഷണം പോകട്ടെ എന്ന ഒരു പൊതുനിലപാട് സ്വീകരിക്കുമ്പോൾ സർക്കാരിനെ ഈ ആരോപണങ്ങളിൽ കൊണ്ട് തളച്ചിടാനും വലിച്ചിടാനും എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെ BJP CBIയെ കൊണ്ടിറക്കണമായിരുന്നോ ഈ കളിയിലേക്ക്? ശരത്തെ, ഞാൻ CBIയുടെ കൂട്ടിലെ തത്തെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ആക്ഷേപമുണ്ട്. പ്രിയപ്പെട്ട കൃഷ്ണദാസ് വളരെ നല്ല ലോക്സഭാ സാമാജികനാണ്, നന്നായി പെർഫോം ചെയ്ത ആളുമാണ്. പക്ഷേ ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ, ആരോപണങ്ങളുടെ മുമ്പിൽ പതറുകയും ചോദ്യം ഉന്നയിക്കുന്നവരെ ഭർഷിക്കുകയും ചെയ്യുന്ന സമീപനം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ പൂതി മനസ്സിൽ വച്ചേക്കാൻ പറഞ്ഞ മുഖ്യമന്ത്രി അടക്കം CPMൻ്റെ നേതാക്കന്മാർ ഈ ലൈഫ് മിഷൻ എന്ന് കേൾക്കുമ്പോൾ ഞെട്ടിത്തെറിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായി കാണേണ്ടി വരുന്നു. എന്താണ് കൃഷ്ണദാസ് പറഞ്ഞ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി ഞാൻ പറയാം. അതിനു മുമ്പ് ഒരാക്ഷേപമുള്ളത്, മുഖ്യമന്ത്രി പൂർണ്ണചന്ദ്രനാണ്, അങ്ങയ്ക്ക് പൂർണ്ണചന്ദ്രനാവും, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് കളങ്കിതമായ ചന്ദ്രനാണ്. അപ്പോൾ കളങ്കിതനായ ചന്ദ്രൻ, ആ പൂർണ്ണചന്ദ്രനെ നോക്കി ഓരിയിടുന്നവരാണ് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളെ മലയാളത്തിൽ താങ്കൾ പട്ടികൾ എന്ന് വിളിക്കുകയല്ലേ പ്രിയപ്പെട്ട കൃഷ്ണദാസ് ചെയ്തത്? അങ്ങേപ്പോലെ ഉന്നതനായ ജനാധിപത്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് അത്തരം ഒരു വാക്ക് അത് അങ്ങ് 2-3 വട്ടം ആവർത്തിച്ചു. അപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവരെ പോടാ പട്ടി എന്ന് വിളിച്ചു പറയുന്ന സമീപനമുള്ള ഈ ഫാസിസ്റ്റ് സമീപനം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതാണോ അതെയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തനി രൂപമാണോ ഇന്ന് കൃഷ്ണദാസിൽ നിന്ന് പുറപ്പെട്ടത് എന്ന ഒരു സംശയം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ വിമർശനം ഉന്നയിക്കുന്ന ഞാനും ലിജുവും അടങ്ങുന്ന കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളുടെയും മറ്റ് ഈ വിമർശനത്തെ ഉൾക്കൊള്ളുന്ന ബഹു സമൂഹത്തെയും നായ്ക്കളായി കാണുന്ന ഈ സമീപനമുണ്ടല്ലോ, അത് അംഗീകരിക്കപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആദ്യമായി ആമുഖമായി അത് പറയുക. അതിനെ ഞാൻ വളരെ ക്രിസ്പായി പോയിന്റ് മറുപടി പറഞ്ഞാൽ ശരിയാകില്ല. പിന്നെ ഈ അന്വേഷണത്തിൻ്റെ FCRA നിയമത്തിൻ്റെ
പരിധിയിൽ വരുമോ? എന്താ FCRA നിയമം? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ആ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ, കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാത്ത ആളുകൾക്ക് വിദേശ ധനസഹായം വാങ്ങുന്നത് നിരോധിച്ചുകൊണ്ടുള്ള, അങ്ങനെ വിദേശ ധനസഹായം വാങ്ങുന്നത് കുറ്റകരമാക്കുന്ന നിയമമാണ്. ഇവിടെ എന്താ നടന്നത്? ഞാൻ അതിൻ്റെ മറ്റ് പഴയ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ എന്താ നടന്നത്? ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ലൈഫ് മിഷനും റെഡ് ക്രസൻറ്റുമായി UAE സർക്കാരിൻ്റെ കീഴിലുള്ള റെഡ് ക്രോസിൻ്റെ അവിടുത്തെ ഏജൻസിയായ റെഡ് ക്രസൻറ്റുമായി ഒരു MOU ഉണ്ടാക്കി. ആ MOUവിൻ്റെ അടിസ്ഥാനത്തിൽ MOU പറയുന്ന 20 കോടി രൂപ റെഡ് ക്രസൻറ്റ് കേരളത്തിൽ മുടക്കും കെട്ടിടം പണിയാൻ. ഓക്കെ, അങ്ങനെ ആ MOU ഒപ്പിടുന്നതിന് മുമ്പ് നിയമവകുപ്പിലേക്ക് പോയി ആ കരാറിനെ കുറിച്ച് ഉള്ള അഭിപ്രായം തേടാൻ. നിയമവകുപ്പ് പറഞ്ഞു ഇത് വിദേശ വകുപ്പിൻ്റെ അംഗീകാരം വേണ്ടതല്ലേ എന്ന സംശയം നിയമവകുപ്പ് ഉന്നയിച്ചു. പക്ഷേ അന്ന് ഉടൻ ഒപ്പിടേണ്ടതാണ്. UAE രാജാവ് വരുന്നു, രാജകുമാരൻ വരുന്നു, ഉടൻ ഒപ്പിടേണ്ടതാണ് എന്ന് പറഞ്ഞ് നിയമവകുപ്പിൻ്റെ നിർദ്ദേശത്തെ പരിഗണിച്ചില്ല. കരാർ ഒപ്പിട്ടു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ UAE കോൺസുലേറ്റ് യൂണിടാക്കിന് കരാർ കൊടുത്തു 20 കോടി രൂപ. അതിൽ ആണ് കൈരളിയുടെ അഭിപ്രായത്തിൽ 4.25 കോടി രൂപ. ആ 4.25 കോടിയെക്കുറിച്ച് ഞാൻ പറയാം. സ്വപ്നയുടെ ഞാൻ പിന്നീട് വരാം. ആ 4.25 കോടി കൈരളി ചാനലിൻ്റെ അഭിപ്രായത്തിൽ ആ 4.25 കോടി രൂപ യൂണിടാക്കിന്, UAE കോൺസുലേറ്റിനോ സ്വപ്നയ്ക്കോ കൈക്കൂലി കൊടുത്തുവെങ്കിൽ, കമ്മീഷൻ കൊടുത്തുവെങ്കിൽ, അങ്ങനെ കമ്മീഷൻ കൊടുക്കാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചതെന്താ? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ട MOU ആണ്. അതുകൊണ്ട് തന്നെ ഈ കൈക്കൂലി കേസിൽ, ഈ അഴിമതി കേസിൽ, ഈ വിദേശ സംഭാവന ചട്ടം ലംഘിച്ചുകൊണ്ട് നടത്തിയ ഈ ഇടപാടിന് സഹായകരമായ നിലപാടെടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അവിടാണ് മുഖ്യമന്ത്രി കുറ്റക്കാരനാകുന്നത്. മനസ്സിലായി ശ്രീ നാരായണ നമ്പൂതിരി, താങ്കളുടെ ആർഗ്യുമെന്റ് മനസ്സിലായി. ആ നിലയിൽ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അതായത് ആ നിലയിൽ മുഖ്യമന്ത്രിക്ക് കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കാനാണ് താങ്കൾ ശ്രമിച്ചത്. ആ നിലയിൽ അത് അംഗീകരിക്കാവുന്നതല്ല, അങ്ങനെയല്ല നിലവിലെ സാഹചര്യം. അതിന് കൃത്യമായൊരു MOU ഉണ്ട്. MOUവിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തതയോടെയാണ് പോയതെന്ന് ശ്രീ കൃഷ്ണദാസ് പറയുമ്പോഴും അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇതിപ്പോൾ സാധാരണ നിലയിൽ ഒരു CBI അന്വേഷണത്തിൻ്റെ വരവിൻ്റെ രീതി അറിയാം. ഇപ്പോൾ അതെല്ലാം വിട്ട് എന്നാൽ ഒരു സാങ്കേതികത്വമുണ്ട്. ഈ പറഞ്ഞ FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം, അത് മലയാളത്തിൽ പറഞ്ഞാൽ വിദേശ സഹായ നിയന്ത്രണ നിയമം, അതിൻ്റെ ലംഘനം ആരോപിച്ച് കേന്ദ്ര പ്രാഥമിക അന്വേഷണത്തിന് മറ്റ് അനുമതികളില്ലാതെ തന്നെ CBIക്ക് വരാം. അതാണോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പോൾ ശ്രീ കൃഷ്ണദാസ് പറയുന്നത് പണം കൈമാറ്റം ഇവിടെ സംസ്ഥാന സർക്കാരുമായി നടന്നിട്ടേയില്ല. ഒരു MOU വെക്കുന്നു, ആ സംഘം ഇവിടെ എത്തുന്നു, നേരിട്ട് UAE കോൺസുലേറ്റ് വഴി കെട്ടിട നിർമ്മാതാക്കളെ കണ്ടെത്തുന്നു, അവർ തമ്മിലാകുന്നു ഇടപാട്. 1 രൂപയുടെ ഇടപാട് പോലും ഈ സംസ്ഥാന സർക്കാരും ആ ഏജൻസിയും തമ്മിൽ നടന്നിട്ടില്ല. ഇത്തരത്തിലേക്കുള്ള മുൻ നിർമ്മാണങ്ങളും കേരളത്തിൽ കാര്യമായി നടന്നിട്ടുണ്ട്. ഇത്തരം സന്നദ്ധ സംവിധാനങ്ങൾ അവർക്ക് ഭൂമി വിട്ടുകൊടുത്ത് നടന്നിട്ടുള്ള ഇടപാടുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു വിദേശ സംഘടന ആയതുകൊണ്ട് തന്നെ പണം കൈമാറ്റം സർക്കാരുമായി നടത്താത്തതുകൊണ്ട്, ലൈഫ് മിഷനുമായി നടത്താത്തതുകൊണ്ട് ഇത് തർക്കിക്കുന്നുണ്ട്, സാങ്കേതികമായി നിലനിൽക്കില്ല എന്ന വിമർശനം ഉയരുന്നുണ്ട്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇതിൻ്റെ നിയമപരമായ ഒരു വശത്തിൽ താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? അല്ല, ഇവിടെ പ്രസ്താവിച്ചതുപോലെ CBI സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തർക്കമറ്റ കാര്യങ്ങളാണ്. അത് സംബന്ധിച്ചുള്ള നിയമം സെറ്റിൽഡ് ആണ്. കാരണം CBIക്ക് ഏതെല്ലാം കേസുകൾ അന്വേഷിക്കാം, ഏതെല്ലാം കേസുകൾ അന്വേഷിക്കാതിരിക്കാം. ഈ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1946 പ്രകാരമാണ് CBI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അതിലെ സെക്ഷൻ 6 വകുപ്പ് വളരെ വ്യക്തമാണ്. 6-ാം വകുപ്പ് പറയുന്നുണ്ട്, ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ പർവ്യൂവിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് CBIക്ക് അത്തരം കേസ് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ, അല്ലെങ്കിൽ ഭരണഘടനാ അധികാരങ്ങളുള്ള ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയോ അനുമതിയില്ലാതെ കേസുകൾ അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ CBIക്ക് അന്വേഷിക്കാം എന്നുണ്ട്. ഉദാഹരണത്തിന് വലിയ ബാങ്ക് ഫ്രോഡുകൾ, എക്കണോമിക് ഒഫൻസുകൾ, എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെട്ടിട്ടുള്ള കറപ്ഷൻ കേസുകൾ. അപ്പോൾ അതുപോലെ ഈ ഇവിടെ സൂചിപ്പിച്ച FCRA നിയമത്തിൻ്റെ
പാലത്തിലൂടെ കടന്ന് CBI ഈ കേസിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു തരത്തിലും FCRA നിയമത്തെ ഈ കേസുമായി ബന്ധിപ്പിക്കാനുള്ള പ്രൈമാ ഫേസി എവിഡൻസ് പോലുമില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ FCRA നിയമത്തിലെ ഈ ചട്ടത്തിന്റെ ലംഘനമുണ്ടായി എന്ന് പറയുമ്പോഴും ഇവിടെ ആരോപണമുണ്ടായിരിക്കുന്നത് കമ്മീഷൻ കൊടുത്തു എന്നുള്ളതാണ്. ഈ കമ്മീഷൻ കൊടുത്തു എന്നുള്ള ആരോപണമല്ല ഇപ്പോൾ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. അതുതന്നെ സൂചിപ്പിക്കുന്നത് ഇത് CBIക്ക് ഈ നമ്മൾ പണ്ട് പറയുന്നത് പോലെ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയുണ്ട് ഒരു എൻട്രി എന്ന പോലെ ഈ ഒരു അവസ്ഥയിൽ, കേരളത്തിലെ ഈ ഒരു അവസ്ഥയിൽ CBIയുടെ എൻട്രി എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കിയപ്പോൾ FCRA നിയമത്തിന്റെ പഴുതിലൂടെ CBI ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നിയമപരമായി ചലഞ്ച് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, നിയമപരമായി തർക്കങ്ങൾക്ക് നല്ല സ്കോപ്പുള്ള വരവാണ് CBIയുടേത്. CBI വരുന്നത് കേന്ദ്ര അനുമതിയില്ലാതെ ഇങ്ങനെ ഒരു കരാർ വന്നു, ആ കേന്ദ്രാനുമതി ഇല്ലാതെ FCRAയുടെ ലംഘനം എന്ന നിലയിലാണോ പരിശോധിക്കുക, അതോ അതിൻ്റെ അനുബന്ധമായി ഈ കമ്മീഷൻ പ്രശ്നം പരിശോധിക്കുക എന്നുള്ളതാണോ, അതോ നേരിട്ട് ഈ കമ്മീഷൻ പ്രശ്നം പരിശോധിക്കാനാണോ CBIയുടെ വരവ്? നിയമപരമായി അവർക്ക് വാദിച്ചു നിൽക്കാൻ കഴിയുന്നത് ഏത് അന്വേഷണമാണ് ഇതിൽ വാദിച്ച് CBIക്ക് അല്ലെങ്കിൽ പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? അവരുടെ യഥാർത്ഥ അന്വേഷണ ഫോക്കസ് ഏതാകും? അല്ല അവരുടെ യഥാർത്ഥ അന്വേഷണം, അവർക്ക് കമ്മീഷൻ അന്വേഷിക്കാൻ വേണ്ടി അവർക്ക് ഒരിക്കലും ഒരു അന്വേഷണം എന്നുള്ള രീതിയിൽ വരാൻ കഴിയില്ല. അപ്പോൾ അവരിവിടെ പുകമറ സൃഷ്ടിക്കുവാൻ വേണ്ടി വരികയാണ്. കാരണം അവർക്ക് കമ്മീഷൻ അന്വേഷിക്കാൻ വേണ്ടിയാണെങ്കിൽ വിജിലൻസ് അന്വേഷണം പോരെ, വിജിലൻസ് അന്വേഷണം കമ്മീഷൻ അന്വേഷിക്കാൻ ഏറ്റവും ഫലപ്രദമല്ലേ. അപ്പോൾ ഇത് വരുന്നത് ഒരു ഇന്റർനാഷണൽ റാംപിഫിക്കേഷൻ ഉള്ള ഒരു കേസ് എന്നുള്ള തലത്തിൽ, ഒരു രാജ്യാന്തര മാനങ്ങളുള്ള ഒരു കേസ് എന്നുള്ള തലത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ട്രീറ്റിയുടെ വയലേഷൻ ഉണ്ടായി ഒരു സംസ്ഥാനവും മറ്റൊരു രാജ്യത്തെ ഏജൻസിയുമായി നടന്ന ഒരു കരാറിൽ മതിയായ രാജ്യാന്തര മാനങ്ങൾ പാലിക്കാതെ നടത്തിയ കരാർ എന്നുള്ള രീതിയിലുള്ള ഒരു വിപുലമായ അന്വേഷണം എന്നുള്ള തരത്തിലാണ് ഈ അന്വേഷണത്തെ CBI കണ്ടുകൊണ്ടുവരുന്നത് എന്ന് നമുക്ക് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ NN കൃഷ്ണദാസ്, നേരത്തെ താങ്കൾ ഉന്നയിച്ച ഒരു പ്രയോഗത്തിൽ അതിനിശിതമായ വിമർശനമാണ് ശ്രീ നമ്പൂതിരി ഉന്നയിച്ചത്. അത് ആ നിലയിൽ അവഹേളനപരമാണ് എന്ന് പറഞ്ഞൊരു വാദം ഇവിടെ ഉയർന്നു വന്നതുകൊണ്ട് താങ്കളുടെ ഒരു വിശദീകരണം അക്കാര്യത്തിൽ. മറ്റൊന്ന്, ഈ MOUവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമൊരുക്കലാണ് ഈ കമ്മീഷൻ ആധാരമായി മാറിയത്. അതാണ് ഈ സർക്കാരിൻ്റെയും മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്വം എന്ന നിലയിൽ ശ്രീ നമ്പൂതിരി പറഞ്ഞ വിമർശനം. അതുകൊണ്ട് തന്നെ CBIയുടെ വരവിന് പ്രസക്തിയുണ്ട് എന്നാണ് വാദിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ നിയമപരമായി, രാഷ്ട്രീയമായി ഈ CBIയുടെ വരവിനെ ചോദ്യം ചെയ്യുന്ന CPIM നിയമപരമായി ഇത് നിലനിൽക്കത്തക്കതല്ല എങ്കിൽ, നേരത്തെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പറഞ്ഞതുപോലെ, അതിനെ നിയമപരമായി ചോദ്യം ചെയ്യുമോ? അതായത് ആദ്യം എൻ്റെ വളരെ ബഹുമാനായിട്ടുള്ള, എന്നെക്കാളും പ്രായം കൊണ്ടും ഒക്കെ വന്നിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ നമ്പൂതിരി, ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹം ഉദ്ദേശിച്ച പോലെയല്ല. ഞാൻ ആ വാക്കുകളെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. എന്ത് കാര്യത്തിന് ചോദ്യം ചെയ്യണം? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ബന്ധമുണ്ടോ ഈ വക കാര്യങ്ങളിൽ? ആർക്കോ കമ്മീഷൻ കൊടുത്തതിന് കേരള മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്, കേരള മുഖ്യമന്ത്രി ഈ 4.5 കൊല്ലക്കാലത്തെ LDF ഗവൺമെന്റിലുള്ള ജനങ്ങളുടെ വലിയ തോതിലുള്ള അംഗീകാരത്തിന്റെ പ്രതിരൂപമായി നിൽക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അവഹേളിക്കുന്നതിനാണ്. അതിനെ ഉദാഹരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, പൂർണ്ണചന്ദ്രനെ പോലെ പൗർണമി നാളിൽ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില ശ്വാനരോധനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ മാത്രമേ അതിനെ കണക്കാക്കൂ ജനങ്ങൾ എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ആ മാനത്തിൽ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിന് അത് തോന്നുന്നത് മറ്റെന്തോ കാരണം കൊണ്ടായിരിക്കുമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒരിക്കലും അങ്ങനെ അദ്ദേഹം കാണേണ്ട കാര്യമില്ല. ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിയമപരമായിട്ടുള്ള ഒരു കാര്യം കൂടി ശ്രീ നമ്പൂതിരി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഫോറിൻ കോൺട്രിബ്യൂഷൻ ബഹുമാനായിട്ടുള്ള നമ്മുടെ അഡ്വക്കേറ്റ് എന്നെക്കാളും നിയമജ്ഞനാണ് അദ്ദേഹം പറഞ്ഞതിനെ മുഖവിലിക്കെടുക്കുകയായിരിക്കും ഈ സമയത്ത് നല്ലത്. ഒരു തരത്തിലും വരില്ല. ഫോറിൻ കോൺട്രിബ്യൂഷൻ വ്യാഖ്യാനം ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ ആ വ്യാഖ്യാനങ്ങളുണ്ട്, FCRAയുടെ ഏതെല്ലാം കോൺട്രിബ്യൂഷനിൽ വരുന്നത്. നേരത്തെ ശരത്ത് പറഞ്ഞപ്പോൾ തന്നെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന ഈ FCRA മലയാളത്തിലേക്ക് വരുമ്പോൾ അതിനെ സഹായം എന്നല്ല മലയാളം
വിവർത്തനം നേരത്തെ ശരത്ത് അതെ, ഞാനങ്ങനെ വിദേശ ആലോചിച്ചു. സഹായം എന്ന് അത് വിവർത്തനം ചെയ്ത് സംഭാവന. ആ സംഭാവന എന്നാണ് വിദേശ സംഭാവന. ആ വിദേശ സംഭാവന പണത്തിന്റെ രൂപത്തിലായിരിക്കുന്നത്. സർവീസ് ഫീസ് പോലെ ആയാൽ പോലും അതിൽ പെടും. എന്നാൽ ഒരു ധർമ്മസ്ഥാപനം വീടുണ്ടാക്കി കൊടുക്കുന്നത് അത് നേരിട്ട് സർക്കാരുമായിട്ട് ബന്ധമില്ലാത്ത അവർ തന്നെ നേരിട്ട് വന്നൊരു വീടുണ്ടാക്കി കൊടുക്കുന്ന, ആകെ ഈ സർക്കാർ ആ നിർമ്മാണത്തിന്റെ സ്പെസിഫിക്കേഷൻ മാത്രം മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ ഒരു തരത്തിലും ഈ FCRA എന്ന നിയമം അതിൽ പ്രയോഗിക്കാൻ സാധ്യമല്ല എന്ന നിയമത്തിന്റെ പിൻബലത്തിൽ ഞാൻ സംസാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് നേഷൻ ടു നേഷൻ റിലേഷൻഷിപ്പാണ്. UAE-യിൽ നിന്ന് അങ്ങനെ ഇന്ത്യയിലേക്ക് ഇങ്ങനെ എന്നുള്ളതൊക്കെ. ഞാൻ പറയുന്നത് UAE ഇന്ത്യ എന്നുള്ള 2 രാജ്യങ്ങളാണ്. ആ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏർപ്പാടുകളുടെ അടിസ്ഥാന പ്രശ്നം ശ്രീ നമ്പൂതിരി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ചരിത്രത്തോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ ഭിന്നാഭിപ്രായം അവിടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ ചർച്ചയുടെയും സംഭാഷണങ്ങളുടെയും വിവാദങ്ങളുടെയും ഒക്കെ ബേസിക് കേസ് എന്താ? അടിസ്ഥാന കേസ് എന്താ? അടിസ്ഥാന കേസ് UAE-യിൽ നിന്നും അവരുടെ കേരളത്തിലുള്ള കോൺസുലേറ്റ് അഡ്രസ്സിൽ വന്ന നയതന്ത്ര പരിരക്ഷയുള്ള ബാഗേജിൽ സ്വർണം കള്ളക്കടത്തായി നടത്തി എന്നുള്ളതാണ്. ആ സ്വർണ്ണ കള്ളക്കടത്താണ് അടിസ്ഥാന കേസ്. ആ കേസിന്റെ ഇടയിൽ പൊന്തി വരുന്ന ചില വിവാദങ്ങളിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഞാൻ ആദരണീയനായിട്ടുള്ള ശ്രീ നമ്പൂതിരിയോട് ചോദിക്കുകയാണ്, ഈ അടിസ്ഥാന കേസ് അന്വേഷണം എന്തായി? ശ്രീ നമ്പൂതിരി, അതിനാണല്ലോ കേരള മുഖ്യമന്ത്രി കത്തയച്ചത്. അതിനല്ലേ NIA പ്രധാന ഏജൻസിയായിട്ട് നിശ്ചയിച്ചത്. ആ കേസ് അന്വേഷണം എവിടെ എത്തി? നിങ്ങൾ അതിന്റെ ഇടയിൽ പൊന്തി വരുന്ന ഓരോന്നിന്റെ മുകളിൽ പിടിക്കല്ലേ? ആ പ്രധാന കേസ് എന്തായി? അതല്ലേ പ്രശ്നം. ശ്രീ കൃഷ്ണദാസ്, അങ്ങനെ പൊന്തി വരുന്നതിനും പിന്നിലത്തെ താല്പര്യങ്ങൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട പാർട്ടികളുടെയും മുന്നണികളുടെയും നിലപാടുകൾ എന്താണ്, അതുകൂടി പരിശോധിച്ചു നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ അടിസ്ഥാനപരമായ കേസുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് ചുരുക്കത്തിൽ നമുക്കൊന്ന് വെക്കാം. ഇവിടെ ശ്രീ കൃഷ്ണദാസ് മുന്നോട്ട് വെച്ച ആവർത്തിച്ച വാദങ്ങളുണ്ട്. ഇവിടെ കമ്മീഷൻ തട്ടിയതുമായി ബന്ധപ്പെട്ടതാണ് തർക്കമെങ്കിൽ, പ്രശ്നമെങ്കിൽ ലിജു, അത് പരിശോധിക്കാൻ, അത് പ്രാഥമികമായി പരിശോധിച്ച് വിജിലൻസിനെ ഏൽപ്പിച്ചതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്? അതിനൊരു സംസ്ഥാന തലത്തിലൊരു അന്വേഷണം മുന്നോട്ട് പോകുന്നു ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട്. അതല്ല FCRAയുടേതാണ് എങ്കിൽ അത് ആ നിലയിൽ വരുന്ന ഈ വിദേശ സഹായം സർക്കാർ കൈപ്പറ്റിയിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ, നേരത്തെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി അടക്കം പറഞ്ഞ നിയമപരമായി നിലനിൽക്കാത്ത ഒരു പഴുതുപയോഗിച്ച് CBI വരുന്നത് നിലനിൽക്കത്തക്കതാണോ? യഥാർത്ഥത്തിൽ വിജിലൻസ് ഇവിടെ നടത്തിയ അന്വേഷണത്തെ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വരവ് മാത്രമല്ലേ രാഷ്ട്രീയ താല്പര്യങ്ങളോടെ CBIയുടേത്? ശരത്, അതായത് ഞാൻ കുറെ സമയമായി ശ്രീ കൃഷ്ണദാസ് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, പ്രിയദർശൻ തമ്പി സാറ് സംസാരിച്ചിരുന്നു. ശരത്ത് നേരത്തെ കാണിച്ച വീഡിയോയിൽ ഉൾപ്പെടെ, അതായത് ശ്രീ ബ്രിട്ടാസിന്റെ സംഭാഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ശരത്തെ? ആ സംഭാഷണം ബ്രിട്ടാസിന്റെ റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. ആ സംഭാഷണം ബ്രിട്ടാസിന്റെ ഇടയ്ക്ക് എനിക്ക് കണക്ഷൻ വിട്ടുപോയി, പക്ഷെങ്കിൽ ഞാൻ ആ വീഡിയോ പൂർണ്ണമായി ശ്രദ്ധിച്ച ഒരാളാണ്. അതുകൂടാതെ ഭവന പദ്ധതിക്ക് മാത്രം അതിൽ 2 പരാമർശങ്ങൾ ബ്രിട്ടാസ് പറയുന്നുണ്ട്. ഒന്ന്, റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട ഇടപാട്. ഈ റെഡ് ക്രസന്റ് UAE കോൺസുലേറ്റും സംസ്ഥാന സർക്കാരുമായി ഇടപെട്ടിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതി അല്ലാതെ മറ്റെന്തെങ്കിലും കെട്ടിടം പണിയാൻ റെഡ് ക്രസന്റ് ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. റെഡ് ക്രസന്റ് ബന്ധപ്പെട്ടിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിയാണ്. കൂടാതെ ഭവന പദ്ധതി മാത്രമല്ല, മറ്റു കാര്യങ്ങൾ കൂടി ബ്രിട്ടാസ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഭവന പദ്ധതി കമ്മീഷനുണ്ട്, മറ്റു കാര്യങ്ങളിലും കമ്മീഷനുണ്ട്. അപ്പോ നിങ്ങൾ കാണിച്ച വീഡിയോയിൽ തന്നെ റെഡ് ക്രസന്റിന്റെ പരാമർശമുണ്ട്, ഭവന പദ്ധതിയുടെ പരാമർശമുണ്ട്. ഇതിൽ ആ റെഡ് ക്രസന്റ് ബന്ധപ്പെട്ട ഭവന പദ്ധതി അഴിമതി മുക്തമാണെന്നൊരു ആർഗ്യുമെന്റ് കൈരളിയോ ശ്രീ ബ്രിട്ടാസോ അന്ന് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ തോമസ് ഐസക്കോ ഉൾപ്പെടെയുള്ളവരോ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് ആ വീഡിയോയിലൂടെ കൃത്യമാകുന്ന ഒന്നാമത്തെ കാര്യം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ശരത്തിൽ ഒന്നുകൂടെ ആ വീഡിയോ പ്ലേ ചെയ്ത് അങ്ങനെ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യാവുന്നതാണ്. ഒന്നാമത് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ്. 2, ഞാൻ അല്ല ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 75 ലക്ഷം അതങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതടക്കം പരിശോധിക്കുന്ന, ഞാനതാണ് ചോദിച്ചത് ലിജു, കമ്മീഷൻ കൈപ്പറ്റിയതാണ് പ്രശ്നമെങ്കിൽ വിജിലൻസിന്റെ അന്വേഷണം പോരെ എന്ന് ഞാൻ ചോദിച്ചത് അതിൽ നിന്ന് തന്നെയാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട ഭവന പദ്ധതിയിൽ അഴിമതി നടന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ അഡ്മിറ്റ് ചെയ്തിരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ആ കാര്യം വീണ്ടും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ശ്രീ NN കൃഷ്ണദാസ് പറയാൻ ശ്രമിച്ചത്
ഇതുമായി അവിടെ UAE കോൺസുലേറ്റ് വലിയ ഏതോ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്, അതിന്റെ കമ്മീഷനാണ് കൊടുത്തത്, ഇതിന്റെ കാര്യമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അങ്ങനെയല്ല, കൈരളി ചാനലും അന്നത്തെ ചർച്ചയും ഉൾപ്പെടെ റെട്രസൻ ഉൾപ്പെടെ ഭവന പദ്ധതിയിൽ അഴിമതി ഉണ്ടായിരുന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്തു എന്നതിന് വേണ്ടിയാണ് ഞാൻ വീണ്ടും ഈ കാര്യം ആവർത്തിച്ചത്. താങ്കൾക്ക് ഒരിക്കൽ കൂടി അത് തെളിയിക്കാം. രണ്ടാമത്തെ കാര്യം, പിന്നെ ഞാൻ ശ്രീ പ്രിയദർശൻ തമ്പിയോട് വളരെ സ്നേഹത്തോടെ വിയോജിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സെക്ഷൻ 43 ഇൻ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് സെക്ഷൻ 43 പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ ഇൻടു കേസസ് അണ്ടർ ദിസ് ആക്ട് നോട്ട് വിസ്റ്റാൻഡിംഗ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 എനി ഒഫൻസ് പണിഷബിൾ അണ്ടർ ദിസ് ആക്ട് മേ ഓൾസോ ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻടു ബൈ സച്ച് അതോറിറ്റി ആസ് ദ സെൻട്രൽ ഗവൺമെന്റ് മേ സ്പെസിഫൈ ഇൻ ദിസ് ബിഹാഫ്. എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളിൽ CBIക്ക് അന്വേഷിക്കുന്നതിന് തടസ്സമില്ല. അതിനെ ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ വരത്തക്ക തരത്തിലുള്ള അനുമതികളുടെ ആവശ്യം അതില്ല. ഫോറിൻ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് CBIക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ തന്നെ അന്വേഷണം ഏറ്റെടുക്കാവുന്നതാണ്. അതാണ് സെക്ഷൻ 43 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നത്. മൂന്നാമതൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു ഫോറിൻ കോൺട്രിബ്യൂഷൻ ഒരു വിദേശ ഏജൻസിക്ക് സംസ്ഥാനത്തേക്ക് കൈമാറണമെന്നുണ്ടെങ്കിൽ FCRA അക്കൗണ്ട് വേണ്ടേ? FCRA അക്കൗണ്ട് മുഖാന്തരമാണ് ഈ പണം കൈമാറിയതെങ്കിൽ തീർച്ചയായും ഇതിന്റെ പരിധി വരുമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. ഇത് അങ്ങനെയല്ല, അത് ഇതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ. പിന്നെ അടുത്ത ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ മറ്റു ചില കാര്യങ്ങളെ കൂടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അതോടൊപ്പം ഞാൻ ഈ ശ്രീ നാരായണൻ നമ്പൂതിരി സാറും പിന്നെ ശ്രീ കൃഷ്ണദാസും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ ഉപമയെ കുറിച്ച് ഇവിടെ ചർച്ച ഉണ്ടായല്ലോ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഉപമ, നഗ്നനായ രാജാവിനെ നോക്കി സദസ്യരും പിന്നെ അദ്ദേഹത്തിന്റെ വിദൂഷകരും ഒന്നടങ്കം മനോഹരമായ വസ്ത്രം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം നഗ്നത കാണാതിരുന്നത് പോലെ അവിടെ ഒരു ബാലൻ വേണ്ടി വന്നു നഗ്നതയെ കുറിച്ച് വിളിച്ചു പറയാൻ. CPM യഥാർത്ഥത്തിൽ ആവശ്യം ഉദ്യാനപാലകരെയും കൊട്ടാര വിദൂഷകരെയും അല്ല, ഒരു ബാലനെയാണ്. ഏതെങ്കിലും ഒരു ബാലൻ അങ്ങ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നതായിരിക്കും ഇന്ന് ആ പാർട്ടിക്ക് ഗുണകരമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം നിൽക്കട്ടെ. പിന്നെ സംസ്ഥാന സർക്കാരിന് ബന്ധമില്ല എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ ഒരു വസ്തുതാപരമായ കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. MOUയിൽ 140 വീട് ഫ്ലാറ്റ് പണിത് കൊടുക്കാം എന്നുള്ളതല്ല വിഷയം. MOU 1 കോടി ദിനാർ കൈമാറുന്നതിനെ കുറിച്ചാണ്. 1 കോടി ദിനാർ കൈമാറ്റം ചെയ്യുമ്പോൾ അതിന് തുല്യമായ 140 വീടല്ല, അതിൽ കൂടുതൽ വേണമെങ്കിലും തുല്യമായ 7 ലക്ഷം രൂപ അതിലും വളരെ കൂടുതൽ പണിയാൻ സാധിക്കും. ഇവിടെ സംഭവിച്ച പണി അതാണ്, അഴിമതി അതാണ്. 1 കോടി ദിനാർ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ നിലവാരം കുറച്ചുകൊണ്ട് വീടുകളുടെ എണ്ണം കുറച്ച് കമ്മീഷൻ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അഴിമതി. ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ലൈഫ് മിഷന്റെ ചെയർമാൻ എന്ന നിലയിൽ ഒപ്പിട്ട കരാർ 1 കോടി ദിനാറിനെ കുറിച്ചാണ്. 1 കോടി ദിനാർ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചാണ്. അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ പണം ചിലവാക്കി സർക്കാർ ഏറ്റുവാങ്ങുന്ന നിലയിലാണെന്നാണോ ലിജു പറയുന്നത്? ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തീകരിച്ചില്ല. 20 കോടി രൂപയുടെ സഹായത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് സംസ്ഥാന സർക്കാർ കൈപ്പറ്റുന്നു എന്ന നിലയിൽ MOU ഒപ്പുവെച്ചു എന്നാണോ ലിജു പറയുന്നത്? 1 കോടി ദിനാർ റെഡ് ക്രസന്റ് സംസ്ഥാനത്തേക്ക് ലൈഫ് മിഷൻ ഈ പദ്ധതിക്ക് വേണ്ടി കൈമാറുന്നു എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ ആർഗ്യുമെന്റ് പറയല്ലേ? 1 കോടി ദിനാർ ഞാൻ എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഇനി അത്ര ഒരു മിഷൻ ഉണ്ടായെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയുന്നത് പൂർത്തീകരിക്കരുത് എങ്കിൽ അല്ല, ഞാൻ പറയട്ടെ ശരത്തെ, ഞാൻ പറയുന്നതിനെ പൂർത്തീകരിക്കരുതും അത് വേഗാക്കി മാറ്റണമെന്ന് ശരത്തിന് ഒരു അജണ്ട ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒട്ടുമില്ല. ഞാൻ അങ്ങ് അഡ്മിറ്റ് ചെയ്തേക്കാം. ഇങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു നിമിഷം എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കണം. അതാണ് നടക്കട്ടെ, ഞാൻ ചോദിച്ചതാണ്. അല്ല, എനിക്ക് മനസ്സിലായി, കുഴപ്പമില്ല. ഞാനത് രോഷാകുലനാകാനൊന്നും ഞാനില്ല, ഞാൻ കൃത്യമായ കാര്യം പറഞ്ഞു തന്നതേ അല്ലാതെ. മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് 1 കോടി ദിനാർ കൈമാറുന്നതിനെ കുറിച്ചാണ്. മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചത് 20 കോടി രൂപ കൈമാറുന്നതിനെ കുറിച്ചാണ്. അത് മാറി ഇവിടെ എത്തിക്ക് കഴിഞ്ഞപ്പോ 140 കെട്ടിട സമുച്ചയങ്ങളെ കുറിച്ച്, ഫ്ളാറ്റുകളെ കുറിച്ചായി മാറിയപ്പോൾ ചിലവ് ചുരുക്കി ഉണ്ടാക്കിയ 140 ഫ്ളാറ്റുകളിൽ വെച്ച് അധികം കിട്ടുന്ന പണമാണ് കമ്മീഷനായി മാറിയത്. ഇവിടെ ഈ 20 കോടി രൂപ സംസ്ഥാനത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെന്നതുകൊണ്ട് തന്നെ ലൈഫ് മിഷൻ എന്ന സർക്കാർ ഏജൻസിയുടെ സാന്നിധ്യം കൊണ്ടാണ്. യൂണിടാക് എന്ന് പറയുന്ന കമ്പനി ലൈഫ് മിഷൻ എന്ന് പറയുന്ന സർക്കാർ ഏജൻസിക്ക് അവർ സബ്മിറ്റ് ചെയ്ത പ്ലാൻ അയച്ചു കൊടുത്തു. വടക്കാഞ്ചേരിയിലെ സ്ഥലത്തിന്റെ കാര്യങ്ങൾ അയച്ചു കൊടുത്തു. ഇതെല്ലാം അപ്രൂവ് ചെയ്ത ലൈഫാണ്. ഞാൻ വെല്ലുവിളിച്ചു പറയുന്നു ശ്രീ കൃഷ്ണദാസിനെ, ലൈഫിന് അയച്ചു കൊടുത്ത രേഖകൾ, യൂണിടാക് അയച്ചു കൊടുത്ത രേഖകൾ, നിങ്ങൾക്ക് യൂണിടാക്കുമായി ബന്ധമില്ലെങ്കിൽ ലൈഫ് എന്തിനാ അപ്രൂവ് ചെയ്തേ? യൂണിടാക്ക് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിൽ
സർക്കാരിന്റെ ഭൂമിയിൽ കെട്ടിടം പണിയുന്നതിനെ കുറിച്ച് യൂണിടാക് അയച്ചു കൊടുത്ത പ്ലാൻ നിങ്ങൾ ശരി. ഇതിന് അപ്രൂവ് ചെയ്തു. റൈറ്റ്. ഇതൊക്കെ പ്രസക്തമായ സർക്കാരിന് ഒരു കാര്യവുമില്ല. കാശ് കുറച്ച് മറ്റവരെ കമ്മീഷൻ കൊടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് വേണമെന്നൊക്കെ ഒരു ശ്രീ തൊഴിലാളി കൃഷ്ണദാസ് പാർട്ടിയുടെ നേതാവ് പറയുന്നത്. ശ്രീ കൃഷ്ണദാസ്, ആ കര MOU അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഉപകരാറുകൾ ഇതിൽ നിന്നൊക്കെ ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഈ അന്വേഷണം പ്രസക്തമാണ്, നിലനിൽക്കും എന്ന് വാദിക്കാൻ ലിജു ശ്രമിച്ചിട്ടുള്ളത്. അതായത് പണം കൈമാറ്റം സർക്കാരുമായി തന്നെ നടന്നിട്ടുണ്ട്, യൂണിടാക്കിൻ്റെ നടപടികളെ ലൈഫ് ശരിവെച്ചു എന്ന നിലയിൽ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ്സ് ഉണ്ട്. അതിനൊരു മറുപടി താങ്കൾക്ക് എന്താണ് നൽകാനുള്ളത്? അതായത് പാവം ലിജുവിനെ അങ്ങനെയൊക്കെയാണ് ചില വലതുപക്ഷ രാഷ്ട്രീയ ഉപജാപക സംഘങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ വായിക്കാം. അതായത് എഗ്രിമെന്റ് ഓൺ ബിൽഡിംഗ് അപ്പാർട്ട്മെന്റ് ഓഫ് 500 square feet of approximately 1 crore UAE dirham. അതായത് 500 സ്ക്വയർ ഫീറ്റ് ഉള്ള 140 വീടുകളുടെ അപ്പാർട്ട്മെന്റാണ് ഇത്. ലിജു പറഞ്ഞ് കറക്റ്റാ. 1 crore, 1 കോടി UAE ദിനാർ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് വാല്യൂ അനുസരിച്ച് 20 കോടിയാണ്. ചിലപ്പോൾ 1000 രൂപ 2000 രൂപയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം ഓരോ ദിവസത്തെയും അതിന്റെ എക്സ്ചേഞ്ച് വാല്യൂ വേരിയേഷൻ അനുസരിച്ച്. പക്ഷേ 20 രൂപയാണ് അപ്രോക്സിമേറ്റ്ലി ഒരു 20 രൂപയാണ് ഒരു UAE ദിനാറിന്റെ എക്സ്ചേഞ്ച് വാല്യൂ. അപ്പോൾ 1 crore UAE ദിനാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 കോടി ഇന്ത്യൻ റുപ്പിയാണ്. ആ 1 crore 20 കോടി രൂപയിൽ 15 കോടി രൂപയ്ക്ക് 500 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 140 വീടുകളുടെ പാർപ്പിട സമുച്ചയം, 5 കോടി രൂപയ്ക്ക് അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സെന്റർ. ഇതിൽ കേരള ഗവൺമെന്റ് മുമ്പിലേക്ക് വെച്ചത് ലിജു, നിങ്ങൾ എന്തിനാണ് ലൈഫ് മിഷൻ, എന്തിനാ യൂണിടാക്കിന് സാങ്ഷൻ കൊടുത്തു എന്നുള്ളതാണ്. ലൈഫ് മിഷൻ സാങ്ഷൻ കൊടുക്കുന്നത് ലൈഫ് മിഷന് കൺസ്ട്രക്ഷന് സ്പെസിഫിക്കേഷൻ ഉണ്ട് ലിജു. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ കെട്ടിടം കെട്ടി പോയിക്കോന്നല്ല. there should be a specification. ലൈഫ് മിഷൻ ഒരു പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റ് വീട് നിർമ്മാണത്തിന്, കെട്ടിട നിർമ്മാണത്തിന് സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ ലിജുവിന് ദയവ് തോന്നിയിട്ട് എന്റെ വകയും തരാ ഒരു വീട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വീട് വെക്കാൻ പറ്റില്ല. ലൈഫ് മിഷന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് വീട് ഉണ്ടാക്കാൻ പറ്റൂ. അതിന് നിങ്ങൾ സന്നദ്ധമാവണം. ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ്, ആ സ്പെസിഫിക്കേഷൻ അപ്രൂവ് ചെയ്യല ലൈഫ് മിഷൻ ചെയ്തത്. നിങ്ങൾ പുകമറ സൃഷ്ടിക്കരുത് പ്ലീസ്. ലിജു ഒരു മാന്യനായിട്ടുള്ള കോൺഗ്രസ് നേതാവല്ലേ, പുകമറ സൃഷ്ടിക്കരുത്. എന്തിന് യൂണിടാക്കിനെ ലൈഫ് മിഷൻ സാങ്ഷൻ കൊടുത്തെന്ന് ചോദിച്ചാൽ ഈ സ്പെസിഫിക്കേഷനാണ് സാങ്ഷൻ. ഈ സ്പെസിഫിക്കേഷൻ മോണിറ്റർ ചെയ്യുന്നു. ഇപ്പോഴും യൂണിടാക്കാണ് കെട്ടിടം കെട്ടുന്നത്, യൂണിടാക്കിന് പണം കൊടുക്കുന്ന റെഡ് ക്രസന്റ് ആണ് വടക്കാഞ്ചേരിയിൽ. ശരിയാണെങ്കിലും ഈ ലൈഫ് മിഷന്റെ ലോക്കൽ ബോഡിയിൽ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സർക്കാരിന്റെ സ്പെസിഫിക്കേഷൻ മോണിറ്റർ ചെയ്യാൻ അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുക. നമ്മളിവിടെ തർക്കിക്കുമ്പോഴും അവിടെ ദ്രുതഗതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസംബർ മാസത്തിൽ ആളുകൾ താമസം തുടങ്ങും. കൃഷ്ണദാസ്, അത് നടക്കണം. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന ഈ ലൈഫ് പദ്ധതിയുടെ ആനുകൂല്യം ഈ രാഷ്ട്രീയ കോലാഹലങ്ങളിൽ ഇല്ലാതാകരുത്. അതിന്റെ 3ാം ഘട്ടവും മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഒരു നിമിഷം ശ്രീ നമ്പൂതിരിയിലേക്കും ശ്രീ ലിജുവിലേക്കും, നിങ്ങൾ സംസാരിച്ചപ്പോൾ അവർ കൈ ഉയർത്തുന്നുണ്ടായിരുന്നു. ലിജു, തർക്കവും ചോദ്യവുമാണെങ്കിൽ ഒന്ന് ചുരുക്കത്തിൽ വേഗം ചോദിച്ചോളൂ. കൃഷ്ണദാസിലേക്ക് പോകാം, ശ്രീ നമ്പൂതിരിയിലേക്കും. എന്താണ് നിങ്ങളുടെ തർക്കം കേട്ടിരുന്നപ്പോൾ തോന്നിയത്? ഞാൻ ചോദിച്ചത് ശ്രീ കൃഷ്ണദാസിനെ ഒന്ന് വ്യക്തമാക്കുന്ന നന്നായിരിക്കും. അങ്ങ് വായിച്ചത് MOU ആണോ, UAE പിന്നെ കോൺസുലേറ്റും യൂണിടാക്കും തമ്മിൽ ഒപ്പിട്ട അല്ലെങ്കിൽ ലൈഫ് മിഷനും തമ്മിൽ ഒപ്പിട്ട കരാറാണോ? ഏതാണ് അങ്ങ് ഒരു നിമിഷം ഡോക്യുമെന്റ് ശ്രീ നമ്പൂതിരിയുടെ വ്യക്തമാക്കി ഞാൻ ബാക്കി പറയാം. ശ്രീ നമ്പൂതിരിയുടെ തർക്കം എന്താണ്? അദ്ദേഹം പറഞ്ഞപ്പോൾ കേട്ടോ. അതെ, എന്താണ് അങ്ങ് വായിച്ച ഡോക്യുമെന്റ്? മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. ഞാൻ ചോദിച്ചത് മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണോ, UAE കോൺസുലേറ്റും യൂണിടാക്കും തമ്മിൽ ഒപ്പിട്ട കരാറാണോ? സെയിമുമായി ഏതിനാണ് പ്രാധാന്യം എന്നാണ് ഞാൻ വായിച്ചു. UAE കോൺസുലേറ്റ് യൂണിടാക്കുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അഗ്രിമെന്റ്. ആ അഗ്രിമെന്റ് പ്രകാരമാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ അതാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. ഒരു നിമിഷം, പൈസ അവര് കൊടുക്കുന്നു. അല്ല, എനിക്ക് നമുക്ക് അതേ ഉള്ളൂ പ്രശ്നം. ഒരു നിമിഷം നമ്മളെ സ്പെസിഫിക്കേഷൻ ആണോ 140 വീട് ഉണ്ടാക്കുന്നത്, അത് മാത്രമേ നമ്മുടെ പ്രശ്നമുള്ളൂ. That is the one and only concern of the government of Kerala. ഞാൻ അങ്ങ് സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞോ? പ്ലീസ് ലിജു സംസാരിച്ചോളൂ. അങ്ങ് സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ വളരെ ഉദാരമായിട്ട് സംസാരിക്കാം. പറയൂ പ്ലീസ്. തീർച്ചയായും സംസ്ഥാന സർക്കാരും റെഡ് ക്രസന്റും അല്ലെങ്കിൽ റെഡ് ക്രസന്റുമായി ഉൾപ്പെടുന്ന നമ്മൾ ഒപ്പിട്ടിരിക്കുന്ന ലൈഫ് മിഷനുമായി ഒപ്പിട്ടിരിക്കുന്ന മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്
എന്ന് പറഞ്ഞാൽ 1 കോടി ദിർഹം കൈമാറുന്നതാണ്. യെസ്, ആ 1 കോടി ദിർഹം കൈമാറുന്നതിൽ സ്പെസിഫിക് ഇത്ര വീടുകളൊന്നോ മറ്റു കാര്യങ്ങളോ ഉൾപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാരണം അതാണ്. നിങ്ങൾ സംസ്ഥാന സർക്കാരിനോട് 20 കോടി രൂപ കൈമാറാമെന്ന് പറഞ്ഞതിന് ശേഷം ആ 20 കോടി രൂപയ്ക്ക് തുല്യമായ പദ്ധതി ലൈഫിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം UAE-യും റെഡ് ക്രസന്റും തമ്മിൽ UAE-യും ഒരു കമ്പനിയും തമ്മിൽ ഇടപാടുണ്ടാക്കി ആ 20 കോടി മൊത്തം നിങ്ങൾ ചെലവഴിക്കേണ്ട, അതിൽ 5 കോടി ഇപ്പുറത്ത് മാറ്റി ചെലവഴിക്കണം എന്ന് പറഞ്ഞ് അതിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന കമ്മീഷനാണ് ഇവിടുത്തെ അഴിമതി. ശരി, ഒരു നിമിഷം. ലിജുവിന്റെ ആർഗ്യുമെന്റ് വ്യക്തമായി. സമയക്കുറവ് കൊണ്ടാണ്. ശ്രീ നാരായണ നമ്പൂതിരി, ഞാൻ വരാം. ശ്രീ കൃഷ്ണദാസ്, ഞാൻ വരാം. ഒറ്റ കാര്യം കൂടി, ഇത് കേൾക്കുന്ന ഇടതുപക്ഷ അനുഭാവികളുടെ കൈരളി വ്യൂവേഴ്സും ഒന്ന് മനസ്സിലാക്കണം. ഈ 20 കോടി രൂപ മുഖ്യമന്ത്രി ചെയർമാനായ ലൈഫ് കൊണ്ടാണ്. മനസ്സിലായി. ശ്രീ നാരായണ നമ്പൂതിരി, ശ്രീ കൃഷ്ണദാസിനോട് ഉന്നയിക്കാനുള്ള തർക്കം നിങ്ങൾക്ക് എന്താണ്? അല്ല ശരത്തെ, കൃഷ്ണദാസിനോടല്ല ആദ്യം എനിക്ക് ഉന്നയിക്കാൻ തർക്കമുള്ള ശരത്തിനോടാണ്. ഈ ലിജുവും കൃഷ്ണദാസും തമ്മിലുള്ള ഒരു തർക്കമായി ഈ ചർച്ചയെ മാറ്റാനായിരുന്നുവെങ്കിൽ ഒരു വായില്ല കുന്നിലപ്പനായി എന്നെ ഇവിടെ പിടിച്ചിരുത്തണമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഉടനെ കൃഷ്ണദാസിന്റെ അടുത്തേക്ക് പോകും. പ്ലീസ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അയ്യോ, അങ്ങനല്ല. ഞാൻ എന്നിട്ട് ശ്രീ ലിജു പറഞ്ഞപ്പോ നാരായണ നമ്പൂതിരിക്കും എന്തോ പറയാനുണ്ട് വന്നത്. വളരെ പാടുപെട്ടാണ് ശരത്തിന്റെ അടുത്തേക്ക് മൈക്ക് കൊണ്ടുവന്ന് സമ്മതിച്ചു. പക്ഷേ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ എന്തിനാണ് ഇവിടെ ടി വി കണ്ടാൽ മതിയായിരുന്നു. ഒന്ന് അല്ല, അത് പറയാതിരുന്നാൽ മനസ്സിനൊരു വിഷമം ഉണ്ടാവും. മറ്റെന്തോ ആണെന്ന് ധരിക്കുമല്ലോ. മാറിയില്ല. ഇനിയും ഇത് ആവർത്തിക്കുന്നത് ശരിയല്ല. അതാണ് കൈരളി ഇപ്പൊ തുടരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. CPM-ന്റെ പ്രതിനിധിക്കെതിരായിട്ട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ CPM പ്രതിനിധിക്ക് അവസരം കൊടുക്കും. അപ്പൊ ഓരോ ആളുകൾ പറയുമ്പോൾ CPM പ്രതിനിധിക്ക് മുക്കാൽ പങ്കും CPM ഇവിടെ ശ്രീ നാരായണ നമ്പൂതിരിക്കും ഞാനും വെറുതെ സമയം കളയുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ശ്രീ നാരായണ നമ്പൂതിരിക്കും ശ്രീ ലിജുവിനും ഒരേ തലത്തിലുള്ള നിലപാടുകളും സർക്കാർ വിമർശനവും CPM വിമർശനവുമാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടത് അവരല്ലേ? അതുകൊണ്ടാണ്. ഇനി ശ്രീ നമ്പൂതിരി. ഓക്കെ, എന്റെ ചോദ്യം ഇതേ ഉള്ളൂ. ഇപ്പോ കൃഷ്ണദാസ് ഒരു കരാർ എടുത്ത് കാണിച്ചു UAE കോൺസുലേറ്റും യൂണിടാക്കുമായിട്ടുള്ള. UAE കോൺസുലേറ്റും യൂണിടാക്കുമായി ഈ കരാർ ഒപ്പിടാൻ ഉണ്ടായ സാഹചര്യം എന്താ? മുഖ്യമന്ത്രിയും റെഡ് ക്രസന്റുമായി ഒപ്പുവെച്ച മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. ആ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കരാർ ഒപ്പിട്ടത് എങ്കിൽ, ഈ കരാർ നടപ്പിലാക്കുമ്പോഴാണ് അഴിമതി ഉള്ളത് എങ്കിൽ, ആ അഴിമതി ഇപ്പോ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ അവിടെ കെട്ടിടം പണിയാനാണെങ്കിൽ ആ കെട്ടിടം പണിയാൻ സാങ്ഷൻ കൊടുത്തിട്ടുണ്ടോ? UAE കോൺസുലേറ്റിന് ഇവിടെ വലിയ കെട്ടിടം പണിയാൻ നിർമ്മാണ അനുമതി ഉണ്ടോ? നിർമ്മാണ അനുമതിയില്ല, ആപ്ലിക്കേഷൻ ഇല്ല. ഇതൊന്നുമില്ലാതെ ഒരു കെട്ടിടം പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് സ്വാഭാവികമായി ഞാൻ പറയുന്നത് കൈരളി ഈ അത്തരം ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്തത് തന്നെ ഈ അഴിമതി മറ്റൊരു കാര്യത്തിലേക്കാണ് എന്ന് വഴിതിരിച്ചു വിടാനാണ്. പിന്നെ വക്കീൽ സാർ, തമ്പി വക്കീല് അഭിഭാഷകനാണ്, നല്ല അഭിഭാഷകനാണ്. അഭിഭാഷകൻ വക്കാലത്തുള്ള ആളുകളുടെ കാര്യം ഊന്നി പറയാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം CBIക്ക് അധികാരമില്ല, CBI എന്താ പറയണ്ടേ, പുകമറ സൃഷ്ടിക്കാനാണ് എന്നൊക്കെ പറയുന്നത്. അത് ഞാൻ ആ അർത്ഥത്തിൽ ഞാൻ അതിനെ ഒരു അഭിഭാഷകന്റെ വക്കാലത്തുള്ള കക്ഷിക്ക് വേണ്ടിയുള്ള വാദമായി തന്നെ ആണ് ഞാൻ അംഗീകരിക്കുന്നത്. ഞാനും അങ്ങനെയൊക്കെ പറയാറുണ്ട് വക്കാലത്ത് തരുന്നവർക്ക് വേണ്ടി. അതെ, അത് മനസ്സിലായി. ഞാൻ ശ്രീ പ്രിയദർശൻ തമ്പിലേക്ക് കൂടി വരാം. ശ്രീ കൃഷ്ണദാസ്, പക്ഷെ അപ്പോഴും ഒരു കാര്യം, ഈ UAE കോൺസുലേറ്റ് അങ്ങനെ ഒരു ഓഫർ കൊടുത്ത് 4.25 കോടി വാങ്ങുമ്പോൾ ആ UAE കോൺസുലേറ്റിലെ പ്രധാനികളെല്ലാം നിരപരാധികളാണ്, നിഷ്കളങ്കരാണ്. നാട് വിട്ടു പോയപ്പോഴും നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ തന്നെയാണ് അറ്റാഷയെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ഈ ഓഫർ കൊടുത്ത് 3.25 കോടിയും മേടിച്ചു കൊണ്ടുപോയ ആളുകളൊക്കെ നിഷ്കളങ്കരാണ് എന്ന് പറഞ്ഞ കേന്ദ്രവാദവും നമ്മുടെ മുമ്പിലുണ്ട്. താങ്കളത് പറഞ്ഞതുകൊണ്ട് ഞാനത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ ശ്രീ കൃഷ്ണദാസ്, ഇവർ രണ്ടുപേരും ഈ MOU അതിനുശേഷം വന്ന കരാറുമായി ബന്ധപ്പെടുത്തിയാണ് സർക്കാരിനെ സംശയിക്കുന്നത് അല്ലെങ്കിൽ ആരോപിക്കുന്നത്. ഒരു ചുരുക്കം മറുപടി അത് മാത്രമായി ഒന്ന് നൽകാനാവുമോ CPM-ന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ധാരണാപത്രമാണ്, എഗ്രിമെന്റ് ആണ്, നിയമപരമായിട്ടുള്ള സാധുതയുള്ളത്. ഈ MOU-ൽ തന്നെ ലിജു നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലിജു പറഞ്ഞെന്ന് വെച്ചാൽ 1 കോടി UAE ദിർഹം എന്നാണ്. എഗ്രിമെന്റിൽ ആ തുകയിൽ വ്യത്യാസമില്ല.
എഗ്രിമെന്റ് ഇന്ത്യൻ ഉറുപ്പിയായപ്പോൾ 15 കോടി രൂപയ്ക്ക് 140 500 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 140 വീടുകൾ, പിന്നെ ഒരു മെഡിക്കൽ സെന്റർ. ആ തുക അങ്ങനെ തന്നെയാണ്. കമ്മീഷൻ നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ ആവർത്തിച്ച് സമയം കളയുന്നില്ല, എനിക്ക് വളരെ വ്യക്തമാണ് എൻ്റെ വാദങ്ങൾ. ഇനി എനിക്ക് രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇതിന്റെ ഇടയിൽ പൊന്തി വന്ന ഒരു പ്രശ്നത്തിന്റെ മുകളിലാണ് ഇവിടെ നിൽക്കുന്നത്. യഥാർത്ഥ കേസ് എന്താ? ബേസിക് കേസ് എന്താ? ജൂലൈ മാസം 5-ാം തീയതി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നയതന്ത്ര ബാഗേജിൽ നിന്ന് പിടിച്ച സ്വർണ്ണ കള്ളക്കടത്താണ്. അതിലെ പ്രതി എവിടെ? 1-ാം പ്രതി കയറ്റി അയച്ച ആള്. ഇത് സ്വീകരിച്ച അറ്റാഷ എവിടെ? ഇത് കണ്ടുപിടിക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു അഡ്വക്കേറ്റ് കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹത്തോട്, അദ്ദേഹം ഒരു വക്കീലായത് കൂടി. ലെറ്റേഴ്സ് റൊഗേറ്ററി എന്നൊരു സമ്പ്രദായം ഉണ്ട്. ആ ലെറ്റേഴ്സ് റൊഗേറ്ററി നിങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? നമ്പൂതിരിയോട് എന്റെ ചോദ്യം. ലെറ്റേഴ്സ് റൊഗേറ്ററി ഇതുവരെ ഞാൻ അറ്റാഷിന്റെ കാര്യം പോട്ടെ, ബീയിങ് എ ഫോറിൻ പേഴ്സണൽ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. മലയാളിയായിട്ടുള്ള ഫൈസൽ ഫരീദിനെ ഈ നിമിഷം വരെ എൻഐഎക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ട്? നിങ്ങളെ പരാജയമല്ലേ അത്? നിങ്ങൾക്ക് പ്രധാന കേസിലെ പ്രതികളെ പിടിക്കണ്ട, അതിന്റെ ഇടയിൽ പൊന്തി വരുന്ന നേരത്തെ താങ്കൾ പറഞ്ഞ അതേ തിയറി ഉപയോഗിച്ച് രാഷ്ട്രീയ പുകമറ മാത്രം. നേരത്തെ പറഞ്ഞ അതേ തിയറി ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചതുകൊണ്ട് തിരിച്ച് താങ്കൾക്ക് ഒരു അവസരമായി വരുന്നു. ഒന്ന് ചുരുക്കിയ ഒരു മറുപടിയിലേക്ക് എനിക്ക് ശ്രീ പ്രിയദർശൻ തമ്പിയിലേക്ക് കൂടി ഒന്ന് പോകണം. അദ്ദേഹം ഈ രാഷ്ട്രീയ തർക്കത്തിൽ കാഴ്ചക്കാരനായിരിക്കുകയാണ്. ഒരു നിയമപരമായ നിലപാട് ആദ്യം പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് അദ്ദേഹത്തിലേക്ക് പോകണം. ശ്രീ നമ്പൂതിരി, ഒരു ചുരുക്കം റെസ്പോൺസ്. ഒറ്റ മറുപടി ഉള്ളൂ. ഒന്ന്, കൃഷ്ണദാസ് അങ്ങ് ഒട്ടും വിഷമിക്കണ്ട. NIA ഒന്നാം പ്രതിയായിട്ടുള്ള സ്വർണം അയച്ചു എന്ന് പറയുന്ന ഫൈസൽ ഫരീദ് അടക്കമുള്ളവരെ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. പിന്നെ NIA-യുടെ അന്വേഷണം സാർ, ഇന്നലെയും കൂടി അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ പൂർണ്ണചന്ദ്രനായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്നലെയും 9 മണിക്കൂർ സ്വപ്നയുമായിട്ട് ഇരുന്ന് ചോദ്യം ചെയ്യും. അവർ സല്ലപിക്കുകയല്ലായിരുന്നല്ലോ ശ്രീ നാരായണ നമ്പൂതിരി അത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം, നേരത്തെ പറഞ്ഞ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നം വിസ്മരിക്കുന്നു എന്ന് കൃഷ്ണദാസ് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ശ്രീ ലിജുവിനോടും നിങ്ങളുടെ രണ്ടുപേരുടെ മുമ്പിലേക്ക്, അതായത് ഇപ്പോൾ ഇന്നലത്തെ അടക്കം വന്ന ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ എല്ലാവരും മാധ്യമ വാർത്തകളെ കൂടി ആധാരമാക്കിയാണല്ലോ ഇവരെ എല്ലാം പ്രതിസ്ഥാനത്ത് നിർത്തുന്നതും സംശയാതീതമായി എല്ലാം തെളിഞ്ഞു എന്നുവരെ ചർച്ചകളിൽ പലപ്പോഴും പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഈ ഇന്നലത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഇതേ നിലയിൽ നിങ്ങളൊക്കെ ആധാരമാക്കുന്ന ഒരു മാധ്യമ റിപ്പോർട്ട് കൂടി, സെക്കൻഡ്സുകളുള്ള ഒരു മാധ്യമ റിപ്പോർട്ട് കൂടി ഒന്ന് കാണാം. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത്, ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞത്, അവരുടെ പത്രം ഇന്ന് എഴുതിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നിലയിൽ വരുന്ന വിവരങ്ങളെ എങ്ങനെയാണ് നിങ്ങളൊക്കെ സമീപിക്കുന്നത്? ദാ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ശിവശങ്കറിന് ക്ലീൻ ചിറ്റ് നൽകും എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തെ 7 തവണ ചോദ്യം ചെയ്തതിൽ നിന്ന് സ്വപ്നയുമായി പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധമല്ലാതെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിന് യാതൊരു ബന്ധവുമില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ NIA ശിവശങ്കറിന് ക്ലീൻ ചിറ്റ് നൽകും എന്നുള്ളതാണ് മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിരിക്കുന്ന വാർത്ത. അതുകൊണ്ട് തന്നെ വളരെ ഒരു ആശ്വാസത്തിന്റെ തലം CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്രയും, അതായത് ഇനി ശ്രീ ലിജുവിലേക്കും ശ്രീ നമ്പൂതിരിയിലേക്കും, ഇത്തരം മാധ്യമ വാർത്തകൾ വരുമ്പോൾ നിലപാടുകളും മാറുമോ, മയപ്പെടുമോ എന്നുകൂടി ഒരു ചോദ്യം ഉയരില്ലേ ശ്രീ ലിജു? അതും മുഖവിലേക്ക് എടുക്കണ്ടേ? മാറിയും മറിഞ്ഞും വരുന്നുണ്ടല്ലോ. പിന്നെ ശരത്തെ, ഞാൻ തന്നെ ഇന്നലെ ഇത് കൈരളി ചെയ്തതല്ല, ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ല, ഞാൻ മാതൃഭൂമി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത്തരം റിപ്പോർട്ടുകൾ വന്നത്. അതിനുശേഷം ശിവശങ്കരനെ പുറത്തുവിട്ടത് കൂടുതൽ ഉന്നത ബന്ധങ്ങളെ കുറിച്ചുകൂടി അതിനുകൂടി വേണ്ടിയാണ്, അതിൽ ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശിവശങ്കരനെയൊക്കെ വലിയ ആളുകൾ ഇനി വലയിലാവാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും അല്ല അതിന്റെ കാര്യം. അത് അന്വേഷണത്തിന്റെ വഴിയിൽ നടക്കട്ടെ. പക്ഷേ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ അവതാരങ്ങൾ എന്റെ ഓഫീസിന്റെ പരിധിയിൽ പോലും വരില്ല എന്ന് അവകാശപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ എന്തോ ചില സാങ്കേതിക തടസ്സങ്ങൾ അവിടെ കാണുന്നുണ്ട്. ശ്രീ അത് ഒന്ന് ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വാചകം അദ്ദേഹം പൂർത്തിയാക്കാനുണ്ട്. അതിനു മുമ്പ് ശ്രീ നാരായണ നമ്പൂതിരി ഒരു കമന്റ് ഇക്കാര്യത്തിൽ. മുമ്പേ താങ്കളത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാട്ടിയത്. അല്ലല്ല, എനിക്കൊരു സെൽഫ് കറക്ഷനേ ഉള്ളൂ പ്ലീസ്. ശ്രീ നമ്പൂതിരിക്ക് ഞാൻ പറയുന്നത് കേൾക്കാനാവും. ശ്രീ നാരായണ നമ്പൂതിരി കേട്ടോ ഞാൻ പറഞ്ഞത്? ഒരു നിമിഷം. മാധ്യമങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ഇതുവരെ നടന്ന ചർച്ചകൾ.
സ്വാഭാവികമായി നിങ്ങളുടെ വാദങ്ങൾ ചർച്ചകളല്ല, ഒരു രാഷ്ട്രീയ നേതാക്കളുടെ വാദങ്ങൾക്ക് മാധ്യമ പിൻബലം ആ റിപ്പോർട്ടുകൾ വളരെ വലുതായിരുന്നില്ലേ? നിങ്ങളൊക്കെ ഉന്നയിച്ച വാദങ്ങൾക്ക് മാധ്യമ റിപ്പോർട്ടുകൾ വലിയ ചൂട് പകർന്നില്ലേ? ഞാനിപ്പോ പറയുന്നുണ്ട്, കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. ശിവശങ്കരനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ദാ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നവർ തന്നെ ഇങ്ങനെ തിരുത്തുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. വാക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാണ്ട് മൈസെൽഫ്. യെസ്. അത് എൻ ഐ എയുടെയും കസ്റ്റംസ് അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ റിപ്പോർട്ടുകൾ സീൽ ചെയ്ത കവറുകളിൽ വയ്ക്കുമ്പോൾ ശരി, അപ്പൊ അത്തരം റിപ്പോർട്ടുകൾ ഇന്ന് ശിവശങ്കരനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണല്ലോ റിപ്പോർട്ട്. അതെവിടെ നിന്നാണ്? അതെന്തിനെ ആധാരമാക്കിയാണ്? ഇന്ന് വീണ്ടും ചോദ്യം ശ്രീ ചെയ്യുമെന്നാണ് നമ്പൂതിരി, റിപ്പോർട്ട്. അതും ഈ മാധ്യമ റിപ്പോർട്ടുകളെ ആധാരമാക്കിയല്ലേ? അങ്ങനെ മാധ്യമ റിപ്പോർട്ടുകൾ നൽകിയിരുന്ന ആളുകൾ പോലും തിരിച്ചു പറയുന്നു എന്ന് പറയുമ്പോൾ അതിനെയും മുഖവിലക്കെടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ശ്രീ കൃഷ്ണദാസിലേക്ക് എനിക്ക് തോന്നുന്നു ശ്രീ ലിജു വീണ്ടും ലൈനിലുണ്ട് എങ്കിൽ പറഞ്ഞതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമോ? ശ്രീ ലിജു, ഇടയ്ക്കൊന്ന് കട്ടായതുകൊണ്ടാണ്, ടെക്നിക്കൽ ഇഷ്യൂ ആണ്, നിങ്ങൾ സൂമിലാണ്, അതുകൊണ്ടാണ്. ഒരു നിമിഷം ശ്രീ കൃഷ്ണദാസ്, ഒരു നിമിഷം ഞാൻ വരാം. ശരത്ത്, എനിക്ക് വേറെ വാദങ്ങളൊന്നുമില്ല. ഒരു കറക്ഷൻ, ഐ വാണ്ട് ടു കറക്റ്റ് മൈസെൽഫ്. Yes. എനിക്ക് സ്വയം ഒന്ന് കറക്റ്റ് ചെയ്യാം. എന്താണ്? ഒരു കറക്ഷൻ മാത്രം. ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ UAE ദിനാർ എന്ന് പറഞ്ഞു, തെറ്റാണ്, ദിർഹം എന്നുള്ളത് ഞാൻ ദിനാർ എന്ന് പറഞ്ഞത് തെറ്റി പറഞ്ഞതാണ്. ദിർഹമാണത്. നേരത്തെ ലിജു പറഞ്ഞപ്പോൾ ഞാനും അത് അറിയാതെ ആവർത്തിച്ചു പോയി. അതെ, അവിടുന്ന് തുടങ്ങിയാണ് ദിനാറിന്റെ പ്രശ്നം. ലിജു കംപ്ലീറ്റ് ചെയ്തോളൂ. പറഞ്ഞു വന്നത് നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടാണ്. ദിനാറാണെങ്കിലും ദീർഘമാണെങ്കിലും ഒരു 20 കോടിയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞത് മാതൃഭൂമിയുടെ തന്നെ റിപ്പോർട്ടുകളിൽ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ശിവശങ്കരനെ ഇപ്പൊ തുറന്നു വിട്ടത് താൽക്കാലികമാണ്, ഇനിയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യും, കൂടുതൽ ഉന്നത ബന്ധങ്ങൾ. അതുകൊണ്ട് നമുക്ക് മാധ്യമ റിപ്പോർട്ടുകളെ റിലേ ചെയ്ത് പോകുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, മുഖ്യമന്ത്രി അധികാരത്തിലേറുമ്പോൾ പറഞ്ഞിരുന്നത് എന്റെ ഓഫീസിന്റെ പരിധിയിൽ ഒരു അവതാരം പോലും വരില്ലെന്നാണ്. പിന്നെ മന്ത്രി ശ്രീ ജി സുധാകരൻ ഉൾപ്പെടെ പറയേണ്ടി വന്നു ഈ മാലിന്യത്തെ മാറ്റിയപ്പോഴാണ് ദുർഗന്ധം ഇല്ലാതായത്. 4 വർഷക്കാലം ഈ ദുർഗന്ധം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരിച്ചറിഞ്ഞില്ലേ? അദ്ദേഹമായിരുന്നു ഇതിന്റെ ഉറവിടം. ശ്രീ ലിജു, ഞാൻ അങ്ങനെ ഒരു ഡീപ്പായിട്ടൊരു ഡിസ്കഷനിലേക്ക് നമ്മുടെ മുമ്പിൽ സമയം ഇല്ലാത്തത് കൊണ്ടാണ്. ശ്രീ കൃഷ്ണദാസ്, തീർച്ചയായും താങ്കൾ പറഞ്ഞ പോയിന്റ് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. ശ്രീ കൃഷ്ണദാസ്, അവസാനമായി ഈ പറഞ്ഞതുപോലെ മാധ്യമ വാർത്തകളെ ആധാരമാക്കുന്ന നേതാക്കൾ ഇപ്പോൾ സ്വർണത്തിലായാലും അല്ലെങ്കിൽ ഈന്തപ്പഴത്തിലായാലും മതഗ്രന്ഥത്തിലായാലും ഒക്കെ വരുന്ന ഈ പിന്നോട്ട് വലിയലാണോ പുതിയൊരു ചാപ്റ്റർ ഓപ്പൺ ചെയ്യാൻ ഇടവരുത്തുന്നത്? മാധ്യമങ്ങൾ പോലും വരുത്തുന്ന പുതിയ റിപ്പോർട്ടുകളെ ഈ നേതാക്കൾ ഗൗരവത്തോടെ കാണുന്ന ഒരു ചെറിയ കമന്റ് നമുക്ക് അവസാനിപ്പിക്കാം. താങ്കൾക്ക് അതിൽ പ്രതികരിക്കാനുണ്ടെങ്കിൽ. അതായത് സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്താനാവില്ല എന്ന് കണ്ടപ്പോൾ പുതിയ വേഷങ്ങളെ രംഗത്തിറക്കി തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് മാത്രം നടത്തുന്ന രാഷ്ട്രീയ കപട നാടകങ്ങളുടെ അരങ്ങേറ്റമാണ് ഈ CBIയുടെ വരവ്. റൈറ്റ്, നന്ദി. ഒറ്റവാചകത്തിൽ അത് അവസാനിപ്പിച്ചു. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, വെരി സോറി, ഈ രാഷ്ട്രീയം അത്ര ചൂടുപിടിച്ച് നിൽക്കുന്നുണ്ടാണ്. ഏതായാലും ഇതൊരു നിയമപരമായ തർക്കത്തിന് ഈ CBIയുടെ വരവ് വഴിയൊരുങ്ങുമോ? നേരത്തെ ലിജു നിങ്ങളോട് തർക്കിച്ചുകൊണ്ട് തീർച്ചയായും വരാവുന്നതാണ് FCRIയുടെ കാര്യത്തിൽ, പക്ഷേ അതൊരു പഴുതുപയോഗിച്ചു വന്നു എന്നാണ് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പറഞ്ഞത്. ആ പഴുത് നിയമപരമായി ചലഞ്ച് ചെയ്യാനുള്ള സ്കോപ്പ് വളരെ എവിഡൻ്റ് ആണോ? ലാസ്റ്റ് വേർഡ്. അല്ല, അതെ 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 അദ്ദേഹം ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചാണ് പറഞ്ഞത്. കാരണം FCRIയിൽ CBI അട്രാക്ട് ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. FCRI വകുപ്പാണെങ്കിൽ CBI വരും. CBIയുടെ നോട്ട് വിസ്റ്റാൻഡിങ് എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് FCRIയെ ഈ കേസിലേക്ക് വലിച്ചിഴക്കുകയാണ്. FCRI എന്ന് പറയുന്നത് പ്രൈമാ ഫേസി ആയിട്ട് പോലും ഈ കേസിൽ നിൽക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് വളരെ പ്രസക്തമായ ഒരു കാര്യം കൃഷ്ണദാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ ഒറ്റപ്പെട്ട ഒരു സംഭവമായി കാണാൻ കഴിയില്ല. കാരണം ഞാനൊരു അഭിഭാഷകൻ മാത്രമല്ല, ഒരു സഹൃദയനാണ്, ഒരു വായനക്കാരനാണ്. രാഷ്ട്രീയ നാടകങ്ങളെയും രാഷ്ട്രീയത്തെയും വളരെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ തരത്തിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ എല്ലാം തുടക്കം എവിടുന്നാണ്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്നാണ്. അപ്പോൾ ആ വലിയൊരു ബ്രോഡ് ക്യാൻവാസിൽ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ആ ബ്രോഡ് ക്യാൻവാസിൽ കാണുമ്പോഴാണ് ഈ കേസിന്റെ അറ്റൻഡിങ് സർക്കംസ്റ്റാൻസസ് വെച്ചിട്ട് ഇതിൽ രാഷ്ട്രീയ പ്രേരിതമാണ്, CBI കേസിൽ മനഃപൂർവ്വം വലിച്ചഴിച്ചതാണ് എന്നുള്ള കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്നു. റൈറ്റ്, നന്ദി എല്ലാവർക്കും. ഞങ്ങളോടൊപ്പം സഹകരിച്ച അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, താങ്കളുടെ DCC പ്രസിഡന്റ് കൂടിയായ, ജില്ലയുടെ DCC പ്രസിഡന്റ് കൂടിയായ ശ്രീ ലിജു, താങ്കളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത്
ശ്രദ്ധയോടെ കേട്ടിരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് കാണാം. ഏതായാലും വളരെയധികം നന്ദി ശ്രീ NN കൃഷ്ണദാസ്, ശ്രീ M ലിജു, അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി ഞങ്ങളുമായി സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.